ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണ്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സ്റ്റോറിയാണ്. ചന്തു, ഇച്ചമ്മായിയാ. രാവിലെ വന്ന കോളാണ് ചന്തുവെന്ന ചന്ദ്രശേഖർ മേനോനെ ഉണർത്തിയത്. പതിവ് ജോഗിങ് കഴിഞ്ഞ് ജഗജിത് സിംഗിൻ്റെ ഗസലിലേക്ക് ഊളിയിട്ട് അല്പനേരം ധ്യാന നിമഗ്നനായി ഇരിക്കുമ്പോഴായിരുന്നു തറവാട്ടിൽ നിന്നുള്ള ആ കോൾ. ഫോൺ ചന്തുവിൻ്റെ കയ്യിലിരുന്ന് വിറപൂണ്ടു. ഒരു നിമിഷം മനസ്സിലേക്ക് 1000 ചിന്തകൾ ഓടിയെത്തി. ഇച്ചമ്മായി, ഏറമംഗലം തറവാട്, 10 വർഷങ്ങൾ. മോനെ, എന്താടാ മിണ്ടാത്തെ? ഇപ്പോഴും ഞങ്ങളോടൊക്കെ പിണക്കാണോ? എന്തേലും പറയടാ. അപ്പുറത്ത് നിന്ന് അമ്മായിയുടെ ദുർബലമായ സ്വരം ഒഴുകിയെത്തി. എനിക്ക് ആരോടും പിണക്കല്ലേ അമ്മായി, പറഞ്ഞോളൂ, ചന്തു അവരോട് പറഞ്ഞു. മോനെ, മായയുടെ കല്യാണ എടുപിടിന്ന് അങ്ങോട്ട് നടത്തുക. നീ എത്തണം. ഭാര്യയും മോനെയും ഒക്കെ കൂട്ടി വാടാ. എത്ര കാലമായി നിന്നെ ഒന്ന് കണ്ടിട്ട്. ഞങ്ങളെയൊക്കെ മറന്നോ നീ? ഫോൺ പൊടുന്നനെ കട്ടായി. ഓർമ്മകളുടെ ന്യൂറോണുകൾ ഇരച്ചു കയറിയതുകൊണ്ടാകണം ചന്തുവിന് കൈകാലുകൾ തളരുന്നത് പോലെ തോന്നി. കസേരയിലേക്കിരുന്നു. ആ ഇരിപ്പും കണ്ടുകൊണ്ടാണ് മാനസി അരികിലേക്കെത്തിയത്. അവളുടെ കയ്യിൽ ആവി പറക്കുന്ന ഒരു ചായക്കപ്പുണ്ടായിരുന്നു. എന്തേ ഇങ്ങനെ ഇരിക്കണേ? ഇന്നാ ചായ കുടിക്ക്. അവന് നേരെ ചായ നീട്ടി മാനസി പറഞ്ഞു. അയ്യോ, എന്തു പറ്റി ചന്തു? അവൾ അരികിലേക്കിരുന്നു. ചന്തു വിയർക്കുന്നുണ്ടായിരുന്നു. തൻ്റെ വില കൂടിയ സാരിത്തുമ്പ് കൊണ്ട് അവൾ അവൻ്റെ വിയർപ്പ് തുടച്ചു കൊടുത്തു. തറവാട്ടിൽ നിന്ന് ഫോൺ കോൾ. മായയുടെ കല്യാണമായിന്ന് നമ്മളോട് ചെല്ലാൻ പറഞ്ഞിരിക്കണു അമ്മായി. അവൻ അവളുടെ നേരെ നോക്കി പറഞ്ഞു. ഏത്? ആ ചൊവ്വാദോഷം മൂലം കല്യാണം മുടങ്ങിയ കുട്ടീനോ? മാനസി അവനോട് ചോദിച്ചു. മാനസിയുടെ മുറിമലയാളം കേട്ട് ചന്തുവിന് ചിരി പൊട്ടി. അവൾ ഗുജറാത്തിയാണ്, തന്നെ പോലൊരു അനാഥ. പക്ഷേ എങ്കിലും ഭർത്താവിൻ്റെ ഭാഷയിൽ തന്നെ സംസാരിക്കണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ മലയാളം പഠിച്ചു. ചില വാക്കുകളൊക്കെ പകുതി വീഴുമെങ്കിലും അത്യാവശ്യം നന്നായി തന്നെ സംസാരിക്കും. പാല് നല്ല കുറുകുറെ കുറുക്കി തേയില കടുപ്പത്തിലിട്ട് പഞ്ചസാര പാകത്തിലധികമിട്ട് മധുരം കൂട്ടിയ ചായ മുത്തി കുടിക്കുന്നതിനിടെ ചന്തു ഓർക്കുകയായിരുന്നു തറവാട്ടിലെ ജീവിതം. അച്ഛനും അമ്മയും ഇല്ലാത്ത തന്നെ വളർത്തിയത് കേശവൻ അമ്മാവനും അമ്മിണിയമ്മായിയുമായിരുന്നു. അമ്മായിയെ താൻ ഇച്ചമ്മായി എന്ന് വിളിച്ചു. അമ്മാവനും അമ്മായിക്കും 2 മക്കളായിരുന്നു, രാഗിണിയും മായയും. രാഗിണി ഒരു കാലത്ത് തൻ്റെ എല്ലാമായിരുന്നു. അവൾ തൻ്റെ സ്വന്തമെന്ന് താൻ കരുതിയ മുറപ്പെണ്ണ്. ആൺമക്കളില്ലാത്ത അമ്മാവന് താനൊരാശ്വാസമായിരുന്നു. നീണ്ട കൃഷിയിടങ്ങളും കാലിഫാമുകളും ഒക്കെ നോക്കി നടത്താൻ താൻ മിടുക്കനുമായിരുന്നു. അതുകൊണ്ടാകണം +2 കഴിഞ്ഞിട്ട് തന്നോട് പഠിക്കേണ്ടെന്നും കാര്യങ്ങൾ നോക്കി നടത്തണമെന്നും പറഞ്ഞത്. പക്ഷെ അത് സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നും ആയിരുന്നില്ല. അമ്മാവനും അമ്മായിക്കും നിറഞ്ഞ സ്നേഹമായിരുന്നു തന്നോട്. തന്നെ രാഗിണിയെ കൊണ്ട് കെട്ടിക്കുമെന്ന് അവരെപ്പോഴും പറഞ്ഞിരുന്നു. ആ വാക്ക് താൻ വിശ്വസിച്ചിരുന്നു. രാഗിണി ഒരു കുസൃതിക്കാരിയായിരുന്നു. അടുക്കളപ്പുറത്ത് തെക്കേ മുറ്റത്തുള്ള കർപ്പൂരമാവിലെ മാങ്ങ തിന്നാൻ അവൾക്കേറെ ഇഷ്ടമായിരുന്നു. എപ്പോഴും പറയും, ചന്തുവേട്ടാ, ആ പൊക്കത്തെ കൊമ്പിൽ നിൽക്കണ മാമ്പഴം കണ്ടോ? അത് നല്ല ചുകചുകാന്ന് നിൽക്കണു. അത്രയും കേട്ടാൽ മതി, താൻ ഓടിക്കയറുകയായി. മാവിൻ്റെ വലുപ്പവും അതിൽ കൂടുകൂട്ടിയ കടിയൻ വിഷറുമൊന്നും തനിക്കൊരു തടസ്സമല്ലായിരുന്നു. മേത്ത് മുഴുവൻ വിഷറിൻ്റെ കടിയും കൊണ്ട് അവൾ പറഞ്ഞ മാമ്പഴവും 2 എക്സ്ട്രായും പറിച്ച് താഴേക്ക് ഊർന്നെത്തും. കർപ്പൂരമാവിൻ്റെ കരകരാന്നുള്ള തോലിലുരഞ്ഞ് തൊലിയൊക്കെ നന്നായി പോയിട്ടുണ്ടാകും. അപ്പോൾ രാഗി ഓടി വരും, 2 കൈകളും നീട്ടും. മാങ്ങകൾ ആ കൈകളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവളുടെ പൂ പോലെയുള്ള മുഖം തെളിഞ്ഞൊരു കത്തലുണ്ട്. കിഴക്കേ തിണ്ണയിൽ അമ്മായി എഴുതിരിയിട്ട് കത്തിച്ചു വെക്കണ നിലവിളക്കാണ് ഓർമ്മ വരിക. അവൾ അന്ന് നന്നായി കണ്ണെഴുതിയിരുന്നു. വാലിട്ടെഴുതിയ കണ്ണുകളും കോയമ്പത്തൂർന്ന് കൊണ്ടുവരണ പട്ടുപാവാടിയും കാലിൽ എപ്പോഴും കിലുകിലുങ്ങന സ്വർണ്ണക്കൊലുസും. മാങ്ങ കിട്ടിക്കഴിഞ്ഞ കൈ ഉയർത്തി കവിളിലൊന്ന് പിച്ചു. നല്ല ചന്തേട്ടൻ, വെള്ളരി പല്ല് കാട്ടി ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടമാണ്. ഒറ്റ മാങ്ങ പോലും തനിക്ക് തരില്ല. വേണ്ടായിരുന്നു, ആ നുള്ളു മാത്രം മതിയായിരുന്നു അന്ന് തനിക്ക്. എന്തു മധുരമായിരുന്നു ആ നഖങ്ങൾ കൊണ്ടുള്ള നുള്ളുകൾക്ക്.
സുന്ദരിയായിരുന്നു അവൾ. മോഹിച്ചിരുന്നു താൻ അവളെ. അവൾക്കും ഇഷ്ടമായിരുന്നു. ഒരേ വീട്ടിൽ താമസിച്ചിട്ടും ആരും തടയിടാനില്ലാതിരുന്നിട്ടും ഒരിക്കലും ആ ബന്ധം അതിരുവിട്ടില്ല. അമ്മാവനോടും അമ്മായിയോടുമുള്ള കടപ്പാട് അത്രയധികമായിരുന്നു. അവർ അവരുടെ മോളെ കൈപിടിച്ച് തരുമ്പോഴല്ലാതെ ആ ബന്ധം മറ്റൊരു തരത്തിലാകില്ലെന്ന് ചന്തുവിന് ഉറപ്പുണ്ടായിരുന്നു. അതുവരെ അവൾ തനിക്കൊരു പനിനീർ പൂവായിരിക്കും. എല്ലാ ഇതളുകളും ഭംഗിയോടെ വിടർന്നു നിൽക്കുന്ന പരിശുദ്ധമായ പനിനീർ പുഷ്പം. രാഗി +2 പാസ്സായത് ഉയർന്ന മാർക്കിലാണ്. ഒപ്പം തന്നെ ബാംഗ്ലൂരിലെ മൗണ്ട് കാർമൽ കോളേജിൽ അഡ്മിഷനും കിട്ടി. അമ്മാവനും അമ്മായിക്കും അവളെ ബാംഗ്ലൂരിലൊന്നും വിടാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവൾ അങ്ങോട്ട് ബഹളം വെച്ചു തുടങ്ങി. ഒടുവിൽ കണ്ണീരും പിടിവാശിയും ഫലം കണ്ടു. അമ്മാവനും അമ്മായിയും അയഞ്ഞു. അവൾ ബാംഗ്ലൂരിന് പോയി. 6 മാസം പിടിക്കുമത്രേ അവളുടെ ആദ്യ സെമസ്റ്റർ തീരാൻ. കാത്തിരിക്കുകയായിരുന്നു താൻ. അവൾ പോയപ്പോൾ മുതൽ തുടങ്ങിയ വിഷമമാണ്. ഊണില്ല, ഉറങ്ങാൻ കിടന്നാൽ ഉറക്കവുമില്ല. എല്ലായിടത്തും അവൾ മാത്രം. നാട്ടിലെ കൂട്ടുകാരൊക്കെ കളിയാക്കി. ഓ, ഇങ്ങനെ വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഒന്ന് അടങ്ങിയിരി എൻ്റെ ചന്തു. അവളെ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഏതെങ്കിലും ചെക്കൻ വളച്ചെടുത്ത് കാണും. തെക്കേപ്പുരയ്ക്കിലെ കിഷോർ എന്ന ചന്തുവിൻ്റെ വായാടി കൂട്ടുകാരനാണ് അത് പറഞ്ഞത്. പറഞ്ഞു തീർന്നതും ഇടിപൊട്ടി. ബണ്ട് തുറന്നു വിട്ടത് മൂലം പാടത്ത് കെട്ടിക്കിടന്ന ചെളിയിൽ പുതച്ചിട്ട് ഇടിയോടിടി. കിഷോറിൻ്റെ വായിലും വയറ്റിലും വരെ ചെളിയായി. ഒടുവിൽ കൂട്ടുകാർ പിടിച്ചു മാറ്റിയതുകൊണ്ട് കിഷോർ രക്ഷപ്പെട്ടു. സഹിക്കൂലായിരുന്നു തനിക്ക്. വേറെന്ത് തമാശയും പറഞ്ഞോട്ടെ, രാഗിയെ വെച്ച് വേണ്ട. ഓർമ്മകൾ കലശലാകുമ്പോൾ ഇറങ്ങി വെളിയിലിരിക്കും. നിലാവും നോക്കി. ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ സർവ്വസാധാരണമായി. ആളുകൾക്കതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം. ഒരു മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ ചന്തു ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പക്ഷേ അവനതിന് പാങ്ങില്ലായിരുന്നു. അമ്മാവനോട് ചോദിക്കാനും മടി. ഒടുവിൽ വികാരം മണപൊട്ടി ഒഴുകിയ ഒരു ദിവസം ചന്തു ഒരു പാതകം ചെയ്തു. ഷേവ് ചെയ്യാനുള്ള ബ്ലേഡ് എടുത്ത് കയ്യിൽ 6 എന്ന അക്ഷരം അങ്ങ് എഴുതി. രാഗിണിയുടെ ആദ്യ അക്ഷരം. ബ്ലേഡ് വരഞ്ഞ് ചോര ചീറ്റി ഒഴുകി 6 ചുമന്ന് കിടന്നു. ചോരയുടെ ചുമപ്പ് പോലെ ഉറപ്പുള്ളതാണ് താനും രാഗിണിയും തമ്മിലുള്ള സ്നേഹം, അവൻ മനസ്സിൽ പറഞ്ഞു. അന്ന് കൈമുറിച്ച വേദനയിലും ചന്തു സുഖമായി ഉറങ്ങി. മുറപ്പെണ്ണിന് വേണ്ടി ഏതോ യുദ്ധം ജയിച്ചതുപോലെ. സെമസ്റ്റർ കഴിഞ്ഞ് അവൾ വെക്കേഷന് വരുന്നെന്ന വിവരം പിന്നീടാണ് അറിഞ്ഞത്. ഷൊർണൂർ പോയി വിളിക്കണം അവളെ. അന്ന് തറവാട്ടിൽ കാറൊന്നുമില്ല. അമ്മാവന് വണ്ടികൾ വാങ്ങിച്ചിടാനൊന്നും താല്പര്യവുമില്ല. തനിക്കാണെങ്കിൽ അന്നൊരു വണ്ടിയും ഓടിക്കാനും അറിയില്ല. സ്വതവേ നല്ല പിശുക്കനായ അമ്മാവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിന് പോയി വരാനുള്ള പൈസയാണ് കയ്യിൽ തന്നത്. ഇത്രയും നാളും ബാംഗ്ലൂരിൽ നിന്നിട്ട് വന്നൊരു പെണ്ണിനെ ഈ ഉണക്ക ബസ്സിൽ കൊണ്ടുവരുന്നത് എങ്ങനെ? അങ്ങനെ കുടുക്ക പൊട്ടിച്ചു. അടുത്ത മാസം ടൗണിൽ പോകുമ്പോൾ പുതിയൊരു ഷർട്ട് വാങ്ങാൻ സ്വരുക്കൂട്ടി വെച്ച പൈസയാണ്. ഇപ്പോൾ ഉള്ള ഷർട്ടുകൾ 3 പിഞ്ചിയിരിക്കുന്നു. ഒരെണ്ണത്തിൽ കീറലുമുണ്ട്. എന്നാലും സാരമില്ല, ഷർട്ടില്ലേലും സാരമില്ല. തൻ്റെ രാഗിക്കുട്ടി നന്നായി കാറിലിരുന്ന് വരണം. കിട്ടിയ ചില്ലറയെല്ലാം കൂട്ടി നോക്കി. നാട്ടിലുള്ള ഒരു ടാക്സിക്കാരനെ ചട്ടം കെട്ടി. ഒടുവിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ തന്നെ എത്തി. രാഗിയുടെ ട്രെയിൻ ഉച്ചയാകുമത്രേ. രാവിലെ ഒന്നും കഴിക്കാതെയാണ് ചന്തു പുറപ്പെട്ടത്. കയ്യിൽ ടാക്സിക്കൂലി കഴിഞ്ഞാൽ 100 രൂപ കാണും. അത് വെച്ച് കടയിൽ നിന്ന് പ്രാതൽ കഴിക്കാം. വേണ്ടെന്ന് വെച്ചു. എന്തെങ്കിലും ആവശ്യം വന്നാലോ? അത് നന്നായെന്ന് പിന്നീട് മനസ്സിലായി. ചന്തുവേട്ടാ, എനിക്കൊരു ബിരിയാണി കഴിക്കണം. രാഗി വന്നിറങ്ങിയപ്പോഴേ ആവശ്യപ്പെട്ടതിതാണ്. അടുത്തുള്ള ഹോട്ടലിലേക്ക് കയറി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഒരെണ്ണമാണ് പറഞ്ഞത്. അതിനുള്ള പൈസയേ ഉള്ളൂ. അവൾ അത് കഴിക്കുന്നതും നോക്കി ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ച് ചന്തു അങ്ങനെ ഇരുന്നു. എന്താണ് കഴിക്കാത്തതെന്ന് അവൾ ചോദിച്ചപ്പോൾ അരിഷ്ടം സേവിക്കുന്നതിനാൽ പുറത്തു നിന്ന് കഴിപ്പില്ലെന്ന് കള്ളം പറഞ്ഞു. ചന്തു അവളെ ഒന്ന് നോക്കി. പഴയ പട്ടുപാവാടയും ധാവണിയും ഒന്നുമല്ല, മുന്തിയ കുർത്തയും ജീൻസുമാണ് വേഷം. എണ്ണ പുരട്ടി തുളസിക്കതിർ ചൂടിയിരുന്ന നീണ്ട വാർമുടി ഇപ്പോഴില്ല.
അത് ഭംഗിയായി മുറിച്ച് അല്പം ചെമ്പൻ നിറമൊക്കെ പുരട്ടി ഷാമ്പു വിട്ട് പറത്തിയിട്ടിരിക്കുന്നു. കണ്ണ് പഴയ പോലെ വാലിട്ടെഴുതിയിട്ടില്ല. അവൾ ബാംഗ്ലൂർ നഗരത്തിൻ്റെ പെൺകുടിയായിരിക്കുന്നു. തിരിച്ചുള്ള കാർ യാത്രയ്ക്കിടയിൽ അവൾ എന്തോ പുറത്തെടുത്തു. അതൊരു മൊബൈലായിരുന്നു. അവൾ ബാംഗ്ലൂരിൽ പോയി മൊബൈലൊക്കെ വാങ്ങിയിരിക്കുന്നു. അവൾ ആരോടോ മൊബൈലിൽ സംസാരിക്കുന്നു. നാട്ടിലെത്തിയെന്നൊക്കെ പറയുന്നു. സുഹൃത്തുക്കളോടാകും. പക്ഷേ രാഗിണി ആകെ മാറിയിരുന്നു. പഴയ പോലെ ചന്തുവുമായി ചങ്ങാത്തം കൂടാനൊന്നും അവൾ വന്നില്ല. മിണ്ടാട്ടം പോലും ഉണ്ടായില്ല. എപ്പോഴും മൊബൈലിൽ സംസാരം. ചന്തുവിൻ്റെ ഹൃദയം പൊടിഞ്ഞ നാളുകളായിരുന്നു. എന്നിട്ടും അവനൊരക്ഷരം മിണ്ടിയില്ല. ഒടുവിൽ വെക്കേഷൻ കഴിഞ്ഞ് അവൾ മടങ്ങി. അടുത്ത സെമിസ്റ്റർ തീരുന്നതും കാത്ത് ചന്തു കാത്തിരുന്നു. അപ്പോഴാണ് അവൾ വീട്ടിൽ അറിയിച്ചത്. ഒത്തിരി പഠിക്കാനും പ്രൊജക്റ്റ് ചെയ്യാനുമൊക്കെ ഉള്ളതിനാൽ അവൾ ഇത്തവണ വെക്കേഷന് നാട്ടിലേക്കില്ല. ഹോസ്റ്റൽ അടയ്ക്കുന്നതിനാൽ അവളും കുറച്ച് കൂട്ടുകാരികളും ചേർന്ന് ബാംഗ്ലൂരിലൊരു വീടെടുത്ത് താമസിക്കുകയാണത്രേ. അമ്മാവൻ അന്നൊരു നാൾ ചന്തുവിനെ അരികിലേക്ക് വിളിപ്പിച്ചു. ബാംഗ്ലൂർ വരെ ചെന്ന് അവളുടെ സുഖവിവരം അന്വേഷിച്ചു വരാൻ അവനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. കാർമേഘം മൂടിയ മനസ്സിൽ തെളിമ പടർന്നതുപോലെ അവൻ അന്ന് പുഞ്ചിരിച്ചു. ഉള്ള ഷർട്ടിൽ കീറാത്തൊരെണ്ണമിട്ട് ഒറ്റമുണ്ടും ധരിച്ച് കയ്യിലെ സഞ്ചിയിൽ അവൾക്കിഷ്ടമുള്ള കർപ്പൂരമാവിലെ മാങ്ങയും നിറച്ച് അമ്മായി ഉണ്ടാക്കിയ ഉപ്പേരിയും കൊണ്ടാട്ടവും അച്ചാറുമൊക്കെ മറ്റൊരു സഞ്ചിയിലിട്ട് പിറ്റേന്ന് തന്നെ ബാംഗ്ലൂർക്ക് യാത്രയായി. ബാംഗ്ലൂർ, കേരളത്തിന് പുറത്തേക്ക് ആദ്യമായി യാത്ര ചെയ്യായിരുന്നു ചന്തു. ബാംഗ്ലൂർ നഗരം അവനെ അത്ഭുതപ്പെടുത്തി. എങ്ങും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, നിരത്തുകളിൽ ചീറിപ്പായുന്ന പുതുപുത്തൻ വാഹനങ്ങൾ, ഏറ്റവും പുതിയ ഫാഷൻ അനുസരിച്ച് നിരത്തുകളിൽ നടക്കുന്ന ചെറുപ്പക്കാർ. മങ്ങിയ ഷർട്ടും ഒറ്റമുണ്ടും ധരിച്ച് താൻ അവിടെ വെറും ഒരു അപരിഷ്കൃതനാണെന്ന് ചന്തുവിന് തോന്നി. എങ്കിലും അവൻ്റെ മനസ്സിൽ വല്ലാത്ത തെളിമയായിരുന്നു. താൻ രാഗിയെ കാണാൻ പോവുകയാണ്. താൻ വരുന്നത് അവൾക്കറിയില്ല. തന്നെ പൊടുന്നനെ കാണുമ്പോൾ എന്തായിരിക്കും അവളുടെ പ്രതികരണം? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരിക്കും. താൻ കെട്ടാൻ പോകുന്ന മുറച്ചെറുക്കനാണെന്ന് പറഞ്ഞ് കൂട്ടുകാർക്കെല്ലാം തന്നെ പരിചയപ്പെടുത്തുമായിരിക്കും. ചന്തുവിൻ്റെ മനസ്സിൽ 1000 പക്ഷികൾ പറന്നു പൊങ്ങി. ബാംഗ്ലൂരിൽ അവൾ താമസിക്കുന്ന സ്ഥലം അമ്മാവൻ അവൻ എഴുതി കൊടുത്തിരുന്നു. അതേതോ ടാക്സിക്കാരന് കൊടുത്തപ്പോൾ അയാൾ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് യാത്രയായി. വസന്ത് നഗറിലെ മനോഹരമായൊരു വില്ലയിലായിരുന്നു രാഗിണി താമസിച്ചത്. അവൻ അവിടെ എത്തി. ആകാംക്ഷയും ത്രില്ലും നിറഞ്ഞ മനസ്സ്. അവൻ വിറയാർന്ന കൈകളാൽ കോളിംഗ് ബെൽ അടിച്ചു. ഒരു ചെറിയ ഷോർട്ട്സും ബനിയനും ധരിച്ച പെൺകുട്ടിയാണ് വാതിൽ തുറന്നത്. രാഗിയുടെ കൂട്ടുകാരിയായിരിക്കും. വാട്ട്? ചന്തുവിന് നേർക്ക് നോക്കി അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ ചോദിച്ചു. രാഗിണി. ഇംഗ്ലീഷ് അറിയാത്ത ചന്തു രാഗിണിയുടെ പേര് പറഞ്ഞു. ഹേ റാക്സ്, സമ്മൺ ഈസ് ഹിയർ ടു സീ യു. അവൾ അകത്തേക്ക് പോയി. വിളിച്ചു പറഞ്ഞ ശേഷം രാഗിണി വാതിലിനടുത്തേക്ക് വന്നു. ഷോർട്ട്സ് ആയിരുന്നു അവളുടെയും വേഷം. വെളുത്ത അവളുടെ കാലുകൾ മുക്കാലും നഗ്നമായിരുന്നു. ചന്തേട്ടൻ? അവൾ അവനെ കണ്ടപ്പോൾ പിറുപിറുത്തു. തെളിഞ്ഞു നിന്നിരുന്ന അവളുടെ മുഖം പെടുന്നനെ ഇരുണ്ടു. ചന്തേട്ടൻ എന്താ ഇവിടെ ഇപ്പോൾ? അവൻ അരികിലേക്ക് വന്ന് ചോദിച്ചു. അമ്മാവൻ പറഞ്ഞു വിട്ടതാ നിന്റെ സുഖവിവരമൊക്കെ അന്വേഷിച്ചു വരാൻ. അവളെ കണ്ടതിൻ്റെ സന്തോഷം മുഖത്ത് പ്രകടമാക്കിക്കൊണ്ട് ചന്തു പറഞ്ഞു. ഈ അച്ഛൻ മനസ്സമാധാനമായി ഇവിടെ നിന്ന് പഠിക്കാൻ സമ്മതിക്കില്ല. ഓരോരുത്തരെ പറഞ്ഞു വിട്ടോളൂ. രാഗി ഈർഷ്യയോടെ പറഞ്ഞു. ചന്തുവിൻ്റെ മുഖത്തെ എല്ലാ സന്തോഷങ്ങളും വറ്റി. താൻ വന്നത് രാഗിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അല്ലായിരിക്കും. താൻ പൊടുന്നനെ അവളുടെ അറിവില്ലാതെ വന്നതാകും ചൊടിപ്പിന് കാരണം. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ദേ, നിനക്ക് ഇഷ്ടമുള്ള കർപ്പൂരമാങ്ങയും പാവയ്ക്ക കൊണ്ടാട്ടവും വാഴയ്ക്ക ഉപ്പേരിയും ഒക്കെയുണ്ട്. കയ്യിൽ അഴുക്ക് പുരണ്ട കായസഞ്ചി നീട്ടിക്കാട്ടി ചന്തു പറഞ്ഞു. അവൾ അതിലേക്ക് അവജ്ഞയോടെ നോക്കി. വാഴയ്ക്ക?
അവൾ ഇഷ്ടമില്ലാത്തതുപോലെ പിറുപിറുത്തു. എൻ്റെ ചന്തേട്ടാ, ബാംഗ്ലൂർ മലയാളികൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഈ സാധനങ്ങളൊക്കെ ഇവിടുത്തെ എല്ലാ മുക്കിലും മൂലയിലും കിട്ടും. ഇതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് ഇനി ഇങ്ങോട്ട് വരരുത് കേട്ടോ. ആ സ്വരത്തിൽ ഒരു താക്കീതിൻ്റെ ഭാവവും ഉണ്ടായിരുന്നു. ചന്തുവിൻ്റെ മുഖത്ത് വൈക്ലഭ്യം നിറഞ്ഞു. ഏതായാലും കയറി വാ, ഇതൊക്കെ ആ കിച്ചണിലേക്ക് വെച്ചേക്ക്, അവൾ പറഞ്ഞു. AC-യുടെ കുളിർമയുള്ള ഡ്രോയിങ് റൂമിലേക്ക് ചന്തു കയറി. അകത്ത് മറ്റൊരു ഹാൾ മുറി. അവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂടിയിരിക്കുന്നു. 4-5 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. വളരെ വിലയേറിയ വസ്ത്രങ്ങളാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. അതിൽ മുടിയും താടിയും നീട്ടി വളർത്തിയ ഇരുനിറമുള്ള ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഒരു ഗിറ്റാർ. അവനത് മീട്ടുന്നതിനൊപ്പം ഏതോ ഇംഗ്ലീഷ് പാട്ടുകൾ പാടുന്നു. സുനിൽ, കമോൺ കമോൺ, കൂടി നിൽക്കുന്നവർ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുപ്പക്കാരൻ്റെ പേര് സുനിലെന്നാണെന്ന് ചന്തുവിന് മനസ്സിലായി. ചന്തുവിനെ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാർ ഒരു നിമിഷം പാളി നോക്കി. ചെറിയൊരു നിശബ്ദത. അപ്പോഴേക്കും രാഗിണി അങ്ങോട്ടേക്ക് വന്നു. കിച്ചൺ എവിടെയാണ്? ആജ്ഞാസ്വരത്തിൽ അവൾ അവനോട് പറഞ്ഞു. ചന്തു കിച്ചണിലേക്ക് നടന്നു. ആരാ അത് റാക്സ്? ഏതോ ഒരുത്തി രാഗിണിയോട് ചോദിക്കുന്നത് കേട്ടു. ഓ, വീട്ടിലെ ജോലിക്കാരനാ. എൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ അച്ഛൻ പറഞ്ഞു വിട്ടതാ. എന്ത് പറയാനാ? രാഗിണി മറുപടി പറഞ്ഞു. ആ മറുപടി ചന്തുവിൻ്റെ കാതിൽ വന്നു വീണു. ഭൂമി പിളർന്ന് താൻ അപ്രത്യക്ഷനായെങ്കിൽ എന്ന് ചന്തു ആഗ്രഹിച്ചു. ജോലിക്കാരനാണത്രേ. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൾ പറഞ്ഞതും ശരിയല്ലേ? അവളുടെ വീട്ടിലെ ഒരു ജോലിക്കാരൻ തന്നെയല്ലേ താൻ? അവൻ ചിന്തിച്ചു. ഓ, തോന്നി, ഒരു പിച്ചക്കാരനെ പോലുണ്ട് കാണാൻ, കൂട്ടുകാരി കമൻ്റ് അടിച്ചു. നെഞ്ചിൽ കത്തി കുത്തിയിറക്കും പോലെയാണ് ചന്തുവിന് തോന്നിയത്. അപ്പോഴേക്കും രാഗിണി കിച്ചണിലേക്ക് വന്നു. എന്നാലും രാഗി, നീ എന്നെ ബാല്യക്കാരനാണെന്ന് പറഞ്ഞല്ലോ. അവളെ കണ്ടപ്പോഴേക്കും ചന്തുവിൻ്റെ ഗദ്ഗതം പൊട്ടിയൊഴുകി. അവൻ്റെ കണ്ണുകൾ നീരണിഞ്ഞു. പിന്നല്ലാതെ എന്ത് വേഷമാണിത് ചന്തുവേട്ടൻ്റെ? വൃത്തികെട്ടൊരു ഷർട്ടും അഴുക്ക് പിടിച്ച മുണ്ടും. ഞാൻ എന്തു പറഞ്ഞ് പരിചയപ്പെടുത്തും എൻ്റെ കൂട്ടുകാർക്ക്? അവരൊക്കെ വലിയ നിലയിലുള്ളവരാ. ചന്തുവേട്ടൻ പെട്ടെന്ന് മടങ്ങാൻ നോക്ക്, എനിക്ക് നാണക്കേടാ, അവൾ പറഞ്ഞു. രാഗി അങ്ങനെ തന്നെയായിരുന്നു എന്നും. ഇഷ്ടമില്ലാത്തത് കണ്ട വെട്ടിത്തുറന്ന് പറയും പണ്ടേ. ഏതായാലും ചന്തു പെട്ടെന്ന് തന്നെ മടങ്ങി. പൈസ എന്തെങ്കിലും വേണമെന്നുള്ള രാഗിയുടെ ചോദ്യത്തിന് വേണ്ട എന്നവൻ ഉത്തരം പറഞ്ഞു. മടക്കയാത്രയിൽ ചന്തു സ്വയം സമാധാനിക്കുകയായിരുന്നു. തൻ്റെ ഭാഗത്താണ് തെറ്റ്. ബാംഗ്ലൂരിലേക്കൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് കുറച്ച് വൃത്തിയുള്ള വേഷം ധരിക്കാമായിരുന്നു. കണാരേട്ടൻ്റെ തയ്യക്കടയിൽ നിന്ന് ഒരു ഷർട്ടും പാൻസും വാടകയ്ക്കെടുക്കാമായിരുന്നു. ഒന്നും ചെയ്തില്ല. തൻ്റെ ഭാഗത്താണ് തെറ്റ്. കാലങ്ങൾ പറന്നുപോയി. അവളുടെ സെമസ്റ്ററുകളും. ബാംഗ്ലൂരിലുള്ള ആരോ വഴി അമ്മാവൻ്റെ കാതിൽ ആ വാർത്തയെത്തി. രാഗിണി ബാംഗ്ലൂരിൽ പല സ്ഥലത്തും ഒരു ചെറുപ്പക്കാരനുമായി കറങ്ങി നടക്കുന്നുണ്ടെന്ന്. ലാൽബാഗിലും കബൺ പാർക്കിലും അൽസൂറിലുമൊക്കെ അവർ സ്ഥിരം സന്ദർശകരാണെന്ന്. വാർത്ത അറിഞ്ഞപ്പോൾ അമ്മാവനേക്കാൾ ഉലഞ്ഞത് ചന്തുവാണ്. എന്നിട്ടും അവൻ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. ബാംഗ്ലൂരും തേങ്കുറിശ്ശിയും തമ്മിൽ കാതങ്ങൾ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ അത് അവളുടെ ഏതെങ്കിലും സുഹൃത്താകും. ഏതായാലും അടങ്ങിയിരിക്കാൻ അമ്മാവൻ തയ്യാറായിരുന്നില്ല. രാഗിയെ വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്തു. എന്താണ് ബാംഗ്ലൂരിൽ നടക്കുന്നത്? രാഗിക്ക് ഭാവവ്യത്യാസമൊന്നുമില്ലായിരുന്നു. അച്ഛാ, ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ സഹപാഠിയുമായി പ്രണയത്തിലാണ്. അയാളുടെ പേര് സുനിൽ ജോർജ്, മലയാളിയാണ്. വിവാഹം കഴിക്കുന്നെങ്കിൽ ഞാൻ അയാളെ മാത്രമേ കെട്ടൂ, അവൾ ഉത്തരം പറഞ്ഞു. ഇതെല്ലാം കേട്ട് ചന്തു അപ്പുറത്തുണ്ടായിരുന്നു. സുനിൽ ജോർജിനെ അവന് മനസ്സിലായി. അന്നു താൻ ബാംഗ്ലൂരിൽ അവളുടെ വീട്ടിൽ പോയപ്പോൾ ഗിറ്റാർ വായിച്ചിരുന്ന ആൾ. കുടുംബത്തിൽ പിറക്കാത്തവളെ, അഹമ്മതി കാട്ടിയിട്ട് അതെൻ്റെ മുന്നിൽ വന്നു നിന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഒരു ക്രിസ്ത്യാനിയെ നീ കെട്ടുവോടി?
വികാരത്താൽ മുറുകിയ നെഞ്ചുംകൂട് തടവി ചുമച്ചുകൊണ്ട് അമ്മാവൻ ഗർജിച്ചു. പക്ഷേ രാഗി പേടിച്ചില്ല. അവൾ കൈയും കെട്ടി ദൂരേക്ക് നോക്കി നിന്നു. നിന്റെയും ചന്തുവിൻ്റെയും വിവാഹം ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചതാ. നിന്റെ പഠിത്തമൊക്കെ നിർത്തിക്കോ. ഉടനെ അത് നടത്താനാണ് എൻ്റെ തീരുമാനം. അമ്മാവൻ അവളോട് തീക്ഷ്ണ സ്വരത്തിൽ പറഞ്ഞു. ആഹാ, നല്ല തമാശ, അവളൊരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ചന്തുവേട്ടനെ മൗണ്ട് കാർമൽ കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ഞാൻ കെട്ടണം അല്ലേ? എൻ്റെ മുറച്ചെറുക്കൻ എന്നതിനപ്പുറം എന്ത് അഡ്രസ്സ് ഉണ്ട് അയാൾക്ക്? പകലന്തിയോളം പണിയെടുക്കുന്ന ഈ തറവാട്ടിലെ ഒരു മൂരിക്കാള അതല്ലേ ചന്തുവേട്ടൻ? ഇനി ഞാനും അതിനൊപ്പം കൂടി ഇവിടുത്തെ തൊഴുത്തിൽ നിന്ന് ചാണകം വാരണം അല്ലേ? നടക്കില്ല അച്ഛാ, എനിക്ക് എൻ്റേതായ സ്വപ്നങ്ങളുണ്ട്. ജോലി, നഗരത്തിലെ ജീവിതം, എന്നെ മനസ്സിലാക്കുന്ന, എനിക്ക് പൊരുത്തപ്പെടാനാകുന്ന ഒരു പുരുഷൻ, അങ്ങനെ പലതും. പഴയ കാലമൊക്കെ പോയി അച്ഛാ. എൻ്റെ കല്യാണം എൻ്റെ ഇഷ്ടമില്ലാതെ നിങ്ങൾക്ക് നടത്താനാകില്ല. അവൾ അറുത്തുമുറിച്ച് പറഞ്ഞ ശേഷം അവിടെ നിന്നും പോയി. ഇതെല്ലാം കേട്ട് നിൽക്കുകയായിരുന്ന ചന്തു. താൻ ഉരുകി തീർന്നെന്ന് അവന് തോന്നി. മൂരിക്കാള, ഇത്രയുമേ താൻ ഉണ്ടായിരുന്നുള്ളൂ രാഗിയുടെ മനസ്സിൽ. അവൻ്റെ മനസ്സിൽ അതൊരു വലിയ മുറിവ് തീർത്തു. രാഗി വസ്ത്രങ്ങൾ പാക്ക് ചെയ്യുകയായിരുന്നു തിരികെ പോകാൻ. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. രാഗി, നീ? അവൻ അത്രയുമേ പറഞ്ഞുള്ളൂ. അതിനു മുമ്പേ എല്ലാ ദേഷ്യവും അവന് മേലേക്ക് അവൾ ചീറി. മിണ്ടരുത് നിങ്ങൾ. എന്നെ കെട്ടാൻ വന്നേക്കുന്നു. ഇതിനെല്ലാം കാരണം നിങ്ങളാണെന്ന് എനിക്കറിയാം. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് എന്നെപ്പറ്റി അച്ഛനോട് ഏഷണി പറഞ്ഞ് വിവാഹം നടത്താമെന്ന് കരുതിയല്ലേ? വൃത്തികെട്ടവൻ. ചന്തു തകർന്നു പോയി. മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇവൾ പറയുന്നത്. ചന്തുവേട്ടാ, ഒന്നറിഞ്ഞോ? സുനിലിനെ പ്രേമിക്കുക മാത്രമല്ല ഞാൻ ചെയ്തത്. അവൻ എല്ലാ രീതിയിലും ഞാൻ എന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനിയും നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ? തീക്ഷ്ണമെങ്കിലും പതർച്ചയില്ലാതെ അവൾ പറഞ്ഞ ആ സംഭാഷണത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. തറവാട്ടിൽ അസ്വാരസ്യങ്ങൾ നീണ്ടുവന്നു. രാഗി പിടിവാശിയിൽ ഉറച്ചു നിന്നു. ഒടുവിൽ അമ്മാവൻ വഴങ്ങി. അദ്ദേഹം ചന്തുവിനെ അടുക്കലേക്ക് വിളിപ്പിച്ചു. മോനെ ചന്തു. ദുർബലമായി അദ്ദേഹം വിളിച്ചു. ഓർമ്മ വെച്ച ശേഷം ആദ്യമായാകണം അദ്ദേഹം തന്നെ മോനെ എന്ന് വിളിച്ചത്. നീയും രാഗിണിയുമായുള്ള കല്യാണം നടക്കില്ല മോനെ. നിനക്കറിയാമല്ലോ എല്ലാം. നിങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഏതെങ്കിലും നാട്ടിൻപുറത്തുകാരി കുട്ടിയാ മോന് യോജിച്ചത്. നീ ഒരുപാട് കൊതിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. വിധിയില്ല, മോനത് മറന്നുകളാ. അമ്മാവൻ അവൻ്റെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല ചന്തു. അവൻ തിരികെ നടന്നു. പിന്നീട് സുനിലും വീട്ടുകാരും ഏറമംഗലത്ത് വന്നു. വിവാഹം ഉറപ്പിച്ചു. ഏറമംഗലത്തെ കേശുമേനോൻ്റെ മോൾ നസ്രാണിയെ കിട്ടി എന്നൊക്കെ നാട്ടുകാർ ആദ്യം അടക്കം പറഞ്ഞു. പക്ഷേ വിവാഹം നടന്നു. എല്ലാ ഒരുക്കങ്ങൾക്കും ചന്തു ഓടി നടന്നു. ഉള്ളു വലിഞ്ഞു പൊട്ടുന്നുണ്ടായിരുന്നു. ദുഃഖത്തിൻ്റെ കാർമേഘങ്ങൾ മനസ്സിൽ മുഴുവൻ കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനതൊന്നും ആരെയും അറിയിച്ചില്ല. അമ്മാവനും ഇച്ചമ്മായിയും ഒഴികെ ആരും അതറിഞ്ഞില്ല. കൂട്ടുകാർക്ക് അവനെ കളിയാക്കാൻ പുതിയൊരു കാരണം കിട്ടിയെന്ന് മാത്രം. കല്യാണസന്ധ്യ കഴിഞ്ഞ് തേക്കുറിശ്ശിയിലെ പാടത്തേക്ക് ഒരു ലക്ഷ്യവുമില്ലാതെ ചന്തു നടന്നു. പാടത്ത് തളം കെട്ടിക്കിടക്കുന്ന ചെളിയിലേക്ക് അവൻ അമർന്നു പുതഞ്ഞു കിടന്നു. മനസ്സിൽ കൂടുകൂട്ടിയ ദുഃഖങ്ങളുടെ അണക്കെട്ട് പൊട്ടിയൊലിച്ചു. ചെളിയിൽ കൈകളിട്ടടിച്ച് അവൻ അലമുറയിട്ട് കരഞ്ഞു. അവൻ്റെ കരച്ചിൽ പാലക്കാടൻ മലയിടുക്കുകളിൽ തൊട്ട് പ്രതിഫലിച്ചു. മുകളിൽ ഇതിച്ചു നിന്ന പൂർണ്ണചന്ദ്രനും ആ മലകളും ഒഴികെ ആരും അറിഞ്ഞില്ല, ആരും സ്വാന്തനിപ്പിച്ചില്ല. വിവാഹം കഴിഞ്ഞ രാഗിയും ഭർത്താവും ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. ചന്തുവിന് തൻ്റെ ആത്മാവ് നഷ്ടമായെന്ന് തോന്നി. അവനൊരു മൂരിക്കാളയെപ്പോലെ പണിയെടുത്തു. ദിവസത്തിൻ്റെ മുക്കാലും പണിയെടുത്തു. രാത്രി ഏറുമാടത്തിൽ ഉറങ്ങി. ഒന്നിനെപ്പറ്റിയും ചിന്തയില്ലാതെ ഒരു മൃഗജീവിതം. കുറേ നാൾ അങ്ങനെ പോയി. രാഗിയുടെ ഓർമ്മകൾ പതിയെ മനസ്സിനെ വേട്ടയാടി. എല്ലാവരുടെ ജീവിതത്തിലും ലക്ഷ്യങ്ങളുണ്ടാകും.
അവൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു സ്വപ്നവും ലക്ഷ്യവുമായിരുന്നു രാഖി. അത് നഷ്ടമായിരിക്കുന്നു. ഇനി എന്ത്? അവൻ്റെ പ്രിയപ്പെട്ട തേങ്കുറിശ്ശിയെ അവൻ വെറുത്തു. അവിടെ നിന്ന് എങ്ങനെയും പുറത്തു കടക്കാൻ അവൻ ആഗ്രഹിച്ചു. ആ ഇടയ്ക്കാണ് അതിനവസരം വന്നത്. ചന്തു മുംബൈക്ക് വണ്ടി കയറി. ചന്തുവിന് മുംബൈയിൽ തമ്പി എന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന ഒരാൾ. രാഖിയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം തമ്പി ചന്തുവിനെ വിളിച്ചു. തേങ്കുറിശ്ശിയിൽ കിടന്ന് നരയിക്കാതെ മുംബൈക്ക് വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ചന്തു പുറപ്പെട്ടത്. കയ്യിലുണ്ടായിരുന്ന ആകെ സമ്പാദ്യമായ 1/4 പവൻ മോതിരം വിറ്റു. ടിക്കറ്റിനും അത്യാവശ്യം 2 ജോഡി പാൻസിനും ഷർട്ടിനുമുള്ള തുക അങ്ങനെ കിട്ടി. ആദ്യമായാണ് അവൻ പാൻസ് ധരിച്ചത്. ആ വേഷം അവൻ ഇഷ്ടപ്പെട്ടു. തമ്പിക്ക് മുംബൈയിൽ പഴക്കച്ചവടമായിരുന്നു. മൊത്തക്കച്ചവടക്കാരിൽ നിന്ന് പഴങ്ങൾ വാങ്ങും. എന്നിട്ട് ഉന്തുവണ്ടിയിൽ പഴങ്ങൾ നിറച്ച് വീടുകളിലും തെരുവുകളിലും കൊണ്ടു നടന്നു വിൽക്കും. അധികം പൈസയൊന്നും ലാഭമില്ല, എന്നാൽ ജീവിക്കാനുള്ളത് കിട്ടും. തമ്പിയുടെ കൂടെ ചന്തുവും കൂടി. ഒരു വണ്ടി അവനും കിട്ടി. അതിൽ പഴങ്ങളുമായി മുംബൈയിലെ ചൗപ്പാട്ടിയിൽ വിൽപ്പന. മുംബൈയിലെ കുപ്രസിദ്ധമായ തെരുവാണ് ചൗപ്പാട്ടി. കള്ളന്മാരും കൊള്ളക്കാരും വേശ്യാഗൃഹങ്ങളും ഒക്കെ നിറഞ്ഞ തെരുവ്. അവിടുത്തെ കച്ചവടം നന്നായി നടന്നു. എന്നാൽ ലാഭം കിട്ടുന്നതിൽ പകുതിയെ അവന് കിട്ടിയുള്ളൂ. പകുതി മുനിസാഹിബിനായിരുന്നു, ചൗപ്പാട്ടിയെ ഭരിക്കുന്ന ഗുണ്ട. ഹഫ്ത കൊടുക്കാതെ അവിടെ നിലനിൽക്കാൻ പറ്റില്ല. രാഗിണിയുടെ സംഭവത്തിന് ശേഷം സ്ത്രീകളോട് പൊതുവെ വെറുപ്പായിരുന്നു ചന്തുവിന്. അവൻ്റെ മനസ്സിൽ ഇപ്പോൾ അത്തരം സ്വപ്നങ്ങളില്ലായിരുന്നു. ചൗപ്പാട്ടിയിലെ സുന്ദരികളായ പെൺകുടികളിലൊന്നും അവൻ്റെ നോട്ടം പോയില്ല. മനസ്സ് മരിച്ചവൻ എന്ത് സൗന്ദര്യം! പക്ഷെ ഒരിക്കൽ ഒരു സന്ധ്യയിൽ ഒരു സംഭവമുണ്ടായി. കച്ചവടം കഴിഞ്ഞ് തൻ്റെ വണ്ടിയും മുന്തി വരികയായിരുന്നു ചന്തു. അവിടെ അടുത്തുള്ള ഒരു പൊതുകിണറിൽ നിന്ന് കുടങ്ങളിൽ വെള്ളവുമായി വരുന്ന ഒരു നീളമുള്ള പെൺകുട്ടി. ഒരു നരച്ച സൽവാറായിരുന്നു അവളുടെ വേഷം. മറാത്തിയല്ലെന്ന് കണ്ടാൽ അറിയാം. ഗുജറാത്തിയോ രാജസ്ഥാനിയോ ആണ്. വെളുത്തു തുടുത്ത മുഖത്ത് സ്ത്രീത്വം വിളഞ്ഞു നിൽക്കുന്നു. അവൾ നെറ്റിയിൽ കുങ്കുമം ഇട്ടിട്ടില്ല. എണ്ണ പുരളാത്ത അവളുടെ ചെമ്പൻ മുടി പറന്നു കിടന്നു. ഗുണ്ടകളെ പോലെ തോന്നുന്ന കുറേ ചെറുപ്പക്കാർ അവിടെ ഒരു ഒഴിഞ്ഞ കടത്തിണ്ണയിൽ മദ്യപിച്ച് നിൽപ്പുണ്ടായിരുന്നു. പെൺകുട്ടിയെ കണ്ടതും അവർ അവളുടെ അരികിലേക്ക് ചെന്നു. അവരിൽ ഒരുത്തൻ അവളുടെ കയ്യിൽ പിടിച്ചു. ബാക്കിയുള്ളവർ ചേർന്ന് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നു. അവൾ ദിഗന്തം പൊട്ടുമാർ ഉച്ചത്തിൽ അലറി വിളിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഏതോ ഒരു ഉൾവിളി. നിസ്സഹായയായ ഒരു പെൺകുട്ടിയെ ഒരു പറ്റ മൃഗങ്ങൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദാരുണമായ ദൃശ്യം. ഒട്ടു നിമിഷത്തേക്ക് ചന്തു സ്ത്രീവിദ്വേഷം മറന്നു. അവൻ അങ്ങോട്ടേക്ക് കുതിച്ചു. ഉസ്കോ ചോടോ, അവൻ ഗുണ്ടകളിൽ ഒരുവനോടായി പറഞ്ഞു. കൈ ഉയർത്തിയ ഒരടിയായിരുന്നു മറുപടി. ചന്തു പിന്നോട്ട് മലച്ചു. അവൻ്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു. ഉള്ളിൽ പാലക്കാടൻ വികാരം കുതിച്ചു പൊന്തി. മുഖത്തിനിട്ടാണ് ഇടി കിട്ടിയത്. കവിൾ തിരുമ്മി എഴുന്നേറ്റ ഉടൻ അവൻ തന്നെ അടിച്ചവനെ ഒറ്റ ചവിട്ടായിരുന്നു. അവൻ തെറിച്ചു വീണു. അവൻ്റെ കൂട്ടാളികൾ ചന്തുവിനെ ഇടിക്കാനായി പാഞ്ഞു വന്നു. കുറേ നേരം ചെറുത്തു നിന്നെങ്കിലും നിരന്തരം ചന്തുവിന് ഇടികിട്ടി. അപ്പോഴേക്കും അടുത്തുള്ള വേശ്യാഗ്രഹത്തിലെ മാമിസാൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. വേശ്യാഗ്രഹം നടത്തുന്ന മുതിർന്ന സ്ത്രീയെയാണ് മാമിസാൻ എന്ന് വിളിക്കുന്നത്. ഏ മുനിസാബ് കി മാലെ ബന്ദർ ലോഗ്, തുംകോ മറനാ ചാത്താ ഹേ? ഇത് മുനിസാബിൻ്റെ പെൺകുട്ടിയാണ്. ഇവളെ തൊട്ടാൽ നിങ്ങളെ അവൻ കൊല്ലും, അവർ ഗുണ്ടകൾക്ക് നേരെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും കുരിശ് കണ്ട പ്രേതത്തെ പോലെ ഗുണ്ടകളുടെ മുഖം വിളറി. അവളെ വിട്ടിട്ട് അവരോടിപ്പോയി. എഴുന്നേറ്റ് നിന്ന് കൈ തിരുമുകയായിരുന്നു ചന്തു. മാമിസാൻ അവളുടെ ഇരു കരണത്തും ആഞ്ഞടിക്കുന്നതാണ് കണ്ടത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ രാത്രി ഇറങ്ങി നടക്കരുതെന്ന്, തെറിച്ചവളെ. മുനിസാബ് അങ്ങാനും ഇതറിഞ്ഞ എന്നെ വെച്ചേക്കില്ല, അവർ അവളോട് പറഞ്ഞു. അടുക്കളയിൽ വെള്ളം തീർന്നു. ശ്യാമ പറഞ്ഞിട്ടാണ് ഞാൻ വെള്ളമെടുക്കാൻ ഇറങ്ങിയത്, അവൾ ഒരു കുറ്റവാളിയെപ്പോലെ അവരോട് പറഞ്ഞു.
ശ്യാമ, ആ കഴിവേറുടെ മോളെ ഇന്ന് ഞാൻ ശരിയാക്കും. ഇങ്ങോട്ട് വാ. അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് മാമിസാൻ പോയി. പോയ പോക്കിൽ അവൾ ചന്തുവിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. നിറനിലാവ് പോലെയുള്ള മുഖം. അവളൊരു വേശ്യയാണെന്ന തിരിച്ചറിവ് ചന്തുവിനെ അമ്പരിപ്പിച്ചു കളഞ്ഞു. അവൻ തിരികെ നടന്നു. പിറ്റേന്ന് വേശ്യാഗൃഹത്തിന് സമീപം പഴങ്ങൾ വിറ്റുകൊണ്ടിരുന്നപ്പോൾ അവൾ അവൻ അരികിലേക്ക് വന്ന് നോക്കി നിന്നു. ചന്തു മുഖം കൊടുത്തില്ല. വേശ്യകളോട് അവന് വെറുപ്പായിരുന്നു. വയറിൻ്റെ വിളി ശമിപ്പിക്കാൻ കണ്ടവർക്ക് ശരീരം കൊടുക്കുന്ന കുലടകൾ. അരേ, തൂ മലയാളി ഹേ? മലയാളിയാണോ എന്ന് അവൾ അവനോട് ചോദിച്ചു. ഹാ, തോ ക്യാ ക്യാ ചാഹിയേ തുംകോ? അവൾക്ക് എന്ത് വേണമെന്ന് അവൻ ഹിന്ദിയിൽ ചോദിച്ചു. പതിയെ പതിയെ അവർ തമ്മിൽ പരിചയം വളർന്നു. എന്നും വേശ്യാഗൃഹത്തിന് സമീപം അവൻ കച്ചവടത്തിന് വരും. ആപ്പിൾ വാങ്ങാനെന്ന വ്യാജേന അവൾ ഇറങ്ങി വരും. കുറച്ചു നേരം സംസാരിക്കും. അങ്ങനെയാണ് അവളുടെ ജീവിതകഥ അവൻ അറിഞ്ഞത്. താൻ വിചാരിച്ചു വെച്ചിരുന്നത് പോലെ ഒരു വേശ്യയല്ല അവൾ. കന്യകയായ ഒരു 19കാരി. പൊന്നും വിലയുള്ള ഒരു വിൽപ്പനച്ചരക്ക്. മാനസി ബാരോട്ട് എന്നാണ് അവളുടെ പേര്. ഗുജറാത്തിലെ മധാപൂരിലുള്ള ഒരു സമ്പന്ന വൈശ്യ കുടുംബത്തിലാണ് അവൾ ജനിച്ചത്. ജനിച്ചതിന് പിന്നാലെ അച്ഛനും അമ്മയും മരിച്ചു. അവിടങ്ങളിൽ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ മരിച്ചാൽ ആ കുട്ടി അപശകുനമായാണ് കണക്കാക്കുന്നത്. ചിറ്റപ്പൻ്റെ ഭാര്യയുടെ ആട്ടും തുപ്പുമേറ്റാണ് 18 വയസ്സ് വരെ മാനസി ജീവിച്ചത്. പിന്നീട് മാനസിയെ 1 ലക്ഷം രൂപയ്ക്ക് ചിറ്റമ്മ മുനിസാഹിബിന് വിറ്റു. കന്യകളായ സുന്ദരി പെൺകിടാങ്ങൾക്ക് വിപണിയിൽ വലിയ വിലയാണ്. അറബികളും സായിപ്പന്മാർക്കുമൊക്കെ ഇത്തരം പെൺകുട്ടികളെ വലിയ ഡിമാൻഡാണ്. 15 ലക്ഷം രൂപയ്ക്കാണ് മുനിസാഹിബ് മാനസിക്ക് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത്, ഏതോ ഒരു സാഹിബുമായിട്ട്. പെൺകടത്തലിനെതിരെ വലിയ ജാഗ്രതയുള്ളതിനാൽ വിമാനം വഴി പറ്റില്ല. കണ്ടെയ്നറിൽ അടച്ചു വേണം മാനസിയെ പോർച്ചുഗലിലുള്ള സാഹിബിൻ്റെ അടുക്കൽ എത്തിക്കാൻ. അതിനുള്ള കപ്പൽ അടുത്ത മാസമാണ് മുംബൈ തുറമുഖത്തെത്തുക. അതുവരെ അവളുടെ കന്യകാത്വത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ മുനിസാഹിബ് ബാധ്യസ്ഥനാണ്. അതിനായാണ് തൻ്റെ വിശ്വസ്തയായ മാമി സെന്നിൻ്റെ വേശ്യാഗൃഹത്തിൽ അവളെ പാർപ്പിച്ചിരിക്കുന്നത്. അടുത്ത മാസം കപ്പൽ വരും. അത് മാനസിയെ പോർച്ചുഗലിലെത്തിക്കും. അവിടെയുള്ള അവളുടെ ഉടമസ്ഥൻ സാഹിബ് അവളെ അനുഭവിച്ച ശേഷം ഏതെങ്കിലും വേശ്യാലയത്തിൽ വിൽക്കും. ഒരു സ്ത്രീ ജീവിതം അങ്ങനെ ഒടുങ്ങും. മാനസിയുടെ ജീവിതകഥ ചന്തുവിനെ കണ്ണുനീരണിയിച്ചു. തിരിച്ച് തൻ്റെ കുടിലിലെ ഒറ്റമുറിയിൽ പോയി ഉറങ്ങുമ്പോഴും അവൻ്റെ ചിന്ത അവളെക്കുറിച്ച് മാത്രമായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും തനിക്ക് സഹായിക്കാൻ കഴിയുമോ? ഇത്രയും ഗുണ്ടകളൊക്കെ കാവൽ നിൽക്കുന്ന മുംബൈയിൽ അത് അസാധ്യമായിരുന്നു. പക്ഷേ ചന്തുവിന് അങ്ങനെ ചിന്തിച്ചു മാറി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ വീണ്ടും വീണ്ടും ചൗപ്പാട്ടിയിലെത്തി അവളെ കണ്ടു. പ്രണയം തൻ്റെ മനസ്സിലേക്ക് പടരുന്നത് അവൻ അറിഞ്ഞു. രാഗിണിയോടുള്ളതുപോലെ ഭ്രമാത്മകമായ ഒന്നല്ലായിരുന്നു മാനസിയോട് തോന്നിയത്. കൂടുതൽ സത്യമുള്ള യാഥാർത്ഥ്യമായ പ്രണയം. അങ്ങനെ ഒരിക്കൽ അവൻ തീരുമാനിച്ചു, മാനസിയെ തൻ്റെ ജീവൻ കൊടുത്തും രക്ഷിക്കും. പക്ഷേ തൻ്റെ ലക്ഷ്യം അവൻ മാനസിയോട് പറഞ്ഞില്ല. ആകെ മുരടിച്ച ആ പെൺമനസ്സിന് ആശ കൊടുക്കേണ്ട. ഒരു പക്ഷേ തനിക്കത് സാധിക്കാതെ വന്നാൽ ആശ നഷ്ടപ്പെടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ അവസ്ഥയെന്ന് ചന്തുവിന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം അവൻ അത് നിശ്ചയിച്ചത്. മുനിസാഹിബിനെ നേരിട്ട് കണ്ട് പറയുക. ചിലപ്പോൾ അവൻ തന്നെ കൊല്ലുമായിരിക്കും. എന്നാലും ചോദിക്കുക തന്നെ. ചൗപ്പാട്ടിക്കടുത്ത് തന്നെ ഒരു വലിയ വർക്ക്ഷോപ്പായിരുന്നു മുനിസാഹിബിൻ്റെ ഗുണ്ടാ സങ്കേതം. അവിടെ കാവൽ നിന്ന ഗുണ്ടകളോട് മുനിസാഹിബിനെ കാണണമെന്ന് പറഞ്ഞു. ആയുധം എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന നടത്തിയ ശേഷം ഗുണ്ടകൾ അവനെ മുനിസാഹിബിന് മുന്നിലെത്തിച്ചു. മെലിഞ്ഞുയരം കുറഞ്ഞ ഒരു വെളുത്ത ആളായിരുന്നു മുനിസാഹിബ്. ഒരു ഗുണ്ടയാണെന്നൊന്നും പറയില്ല. കയ്യിലേക്ക് ഏതോ ലഹരി വസ്തു സിറിഞ്ച് വഴി നിറക്കുകയായിരുന്നു ഇവൻ. ചന്തു അവൻ അരികിലെത്തി. അവനെ നോക്കാതെ മുനിസാഹിബ് കൈ ഉയർത്തി എന്താണ് വന്നതെന്ന് ചോദിച്ചു. മാനസി എനിക്കിഷ്ടമാണ്. അവളെ നിങ്ങൾ വിൽക്കരുത്. ഒറ്റ വീർപ്പിന് തന്നെ പതറാത്ത സ്വരത്തിൽ അവൻ മുനിസാഹിബിനോട് പറഞ്ഞു.
അയാൾ ഇപ്പോൾ എഴുന്നേറ്റ് തന്നെ വെട്ടിപ്പൂളുമെന്നായിരുന്നു ചന്തു കരുതിയത്. എന്നാൽ അതുണ്ടായില്ല. ബഹുത് പ്യാർ ഹേ? നേരിയ ഒരു ചിരിയോടെ മുനിസാഹിബ് ചോദിച്ചു. ഹാ, ചന്തു ഉത്തരം പറഞ്ഞു. നോക്കു മോനെ, പ്രേമിക്കുന്നവരെ വിഷമിപ്പിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് പ്രധാനം കാശാണ്. പെണ്ണുങ്ങൾ എനിക്ക് ഉരുപ്പടികൾ മാത്രമാണ്. ഈ അടുത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഉരുപ്പടിയാണ് മാനസി. 15 ലക്ഷത്തിനാണ് സാഹിബുമായി അവൾക്ക് കച്ചവടം ഉറപ്പിച്ചത്. മുനിസാഹിബ് വീണ്ടും ചിരിയോടെ പറഞ്ഞു. ആ പൈസ ഞാൻ തരും, ചന്തു പറഞ്ഞു. നീയോ? മുനിസാഹിബ് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് നിർത്തി. ഇനി നിനക്ക് തരാൻ പറ്റുമെന്ന് തന്നെ ഇരിക്കട്ടെ. 15 ലക്ഷം പോരാതെ വരും. കച്ചവടം ഉറപ്പിച്ച് പിന്മാറിയാൽ സാഹിബും ഞാനുമായി തെറ്റും. ഭാവിയിൽ എനിക്കൊരു കസ്റ്റമറെയാണ് നഷ്ടപ്പെടുന്നത്. അതിൻ്റെ നഷ്ടം കൂടി നീ നികത്തണം. മുനിസാഹിബ് തണുത്ത സ്വരത്തിൽ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ തരണം? ചന്തുവിൻ്റെ സ്വരത്തിൽ എന്തോ ഉറപ്പുണ്ടായിരുന്നു. ഇരട്ടി, 30 ലക്ഷം രൂപ റൊക്കം. കപ്പൽ വരാൻ ഇനി 21 ദിവസമുണ്ട്. അതിനുള്ളിൽ അത് തരാൻ പറ്റിയാൽ മാനസി നിനക്ക് സ്വന്തം. പറ്റില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മറന്നു കള. അടുത്ത സിറിഞ്ച് കയ്യിലെടുത്തുകൊണ്ട് മുനിസാഹിബ് പറഞ്ഞു. ശരി, പണവുമായി ഞാൻ നിങ്ങളെ വന്ന് കാണാം, അവൻ പറഞ്ഞു. അവൻ നടന്നു പോകുന്നത് മുനിസാഹിബ് സാഗൂതം നോക്കി നിന്നു, ചുണ്ടിലൊരു ചിരിയുമായി. നിനക്കെന്താടാ, വട്ടാണോ? അവൻ്റെ ഒരു പ്രേമം പൊട്ടി ഇങ്ങോട്ട് വന്നിട്ട് അടുത്തതും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ജുഹു കടപ്പുറത്ത് തമ്പിയുടെ അടുക്കൽ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ പൊട്ടിത്തെറിച്ചു. മുംബൈയിൽ സുലഭമായി കിട്ടുന്ന ഒരിനം വില കുറഞ്ഞ വാറ്റുചാരായവും കുടിച്ച് കടലയും കുറിച്ചിരിക്കുകയായിരുന്നു അവൻ. അങ്ങനെയല്ലടാ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. എനിക്ക് അവളെ പ്രേമിക്കണമെന്നും കല്യാണം കഴിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ പെങ്കൊച്ചിനെ രക്ഷിക്കണോടാ. നീ പറയുന്ന പോലെ പെൺപിള്ളേരെ വളച്ച് നടക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിനക്കറിയില്ല തമ്പി, ചന്തു അവനോട് പറഞ്ഞു. എത്ര പൈസ കൊടുത്താൽ അവൻ അവളെ വിട്ടുതരും? തമ്പി ചോദിച്ചു. 30 ലക്ഷം, ചന്തു മറുപടി പറഞ്ഞു. തമ്പി പൊട്ടി ചിരിച്ചു. കൊള്ളാം, 30 ലക്ഷത്തിൽ എത്ര പൂജ്യമുണ്ടെന്ന് നിനക്കറിയാവോ? ഈ ജീവിതകാലം മുഴുവൻ വണ്ടിയും തള്ളി നടന്ന അതിൻ്റെ 1/3 നിനക്കുണ്ടാക്കാൻ പറ്റുമോ? വിട്ടുകള ചന്തു, അവളുടെ വിധി അങ്ങനെയാകും. മുംബൈയിൽ ഇങ്ങനെ എത്രയോ പെൺപിള്ളേർ കാണും. അവരെയൊക്കെ രക്ഷിക്കാൻ പറ്റുമോ? അതൊന്നും എനിക്കറിയില്ലടാ. പക്ഷേ ഇവളെ രക്ഷിക്കണം, രക്ഷിച്ചേ പറ്റൂ. പൈസ ഇല്ലെങ്കിൽ പോട്ടെ, പോലീസ് സ്റ്റേഷനിൽ അവളുമായി പോയി ഒരു പരാതി കൊടുത്താൽ എന്തെങ്കിലും നടക്കുമോ? ചന്തു ആകാംക്ഷയോടെ ചോദിച്ചു. നടക്കും, നിന്റെ ശവം ഇവിടെ ഒഴുകി നടക്കും. മുനിസാഹിബ് ഒരു വലിയ ക്രിമിനൽ ശൃംഖലയിലെ ഏറ്റവും താഴത്തെ ഒരു കണ്ണിയാണ്. ഒരു പരാതി ചെന്നാൽ പോലീസുകാർ തന്നെ അവനെ വിളിച്ച് നിന്റെ അഡ്രസ്സ് അടക്കം പറഞ്ഞു കൊടുക്കും. ഇത് മുംബൈയാണ് ചന്തു. പോലീസും ഗുണ്ടകളുമൊക്കെ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണിവിടെ. തമ്പി അവനെ നിരുത്സാഹപ്പെടുത്തി. ചന്തു തല കുമ്പിട്ട് മിണ്ടാതെയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തമ്പിക്ക് വിഷമമായി. ഒരു പ്രതീക്ഷയും ഇല്ലാതെയിരുന്ന ചന്തുവിൻ്റെ തോളിൽ അവൻ കൈവച്ചു. ഡാ, ഒരു വഴിയുണ്ട്, 30 ലക്ഷം കിട്ടും. പക്ഷേ പാളിപ്പോയാൽ നിന്റെ ജീവിതം അതോടെ തീരും. ധൈര്യമുണ്ടോ ഏറ്റെടുക്കാൻ? തമ്പി ചോദിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം മാനസിയുടെ രക്ഷയാണെന്ന് ചന്തുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ചാകാനും തയ്യാർ. നീ വഴി പറ, ചന്തു താല്പര്യപൂർവ്വം ചോദിച്ചു. ഇവിടെ ഒരു മലയാളി കച്ചവടക്കാരനുണ്ട്, മീസാൻ സേട്ട്. കച്ചവടം എന്ന് പറഞ്ഞാൽ സംഗതി ഡ്രഗ്സാ. തമ്പി പറഞ്ഞു നിർത്തി. ചന്തുവിൻ്റെ ഉള്ളൊന്ന് കാളി. അതിന്? അവൻ ചോദിച്ചു. വെനസ്വേലയിൽ നിന്ന് കൊക്കൈനും LSDയുമായിട്ട് വന്ന ഒരു കപ്പൽ പുറംകടലിൽ നങ്കൂരമിട്ട് കിടപ്പുണ്ട്. 20 കോടിയുടെ മാലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പുറംകടലിൽ പോയി കപ്പലിൽ നിന്ന് ആ ചരക്ക് മുംബൈയിൽ ബോട്ട് വഴി എത്തിക്കണം. പ്രതിഫലമായി നീ ചോദിച്ച സംഖ്യ ലഭിക്കാൻ സാധ്യതയുണ്ട്, തമ്പി പറഞ്ഞു. ചന്തുവിന് അത് സമ്മതമായിരുന്നു. ഞാൻ തയ്യാർ, അവൻ പറഞ്ഞു. എന്ത് തയ്യാർ? നിനക്ക് ബോട്ട് ഓടിക്കാൻ അറിയാമോ?
തമ്പി ചോദിച്ചു. അറിയാം, ഞാൻ മലമ്പുഴയിൽ പണ്ട് ബോട്ട് ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്, ലൈസൻസും ഉണ്ട്, ചന്തു പറഞ്ഞു. ഡാ, മലമ്പുഴയിൽ പുഴവെള്ളത്തിൽ ബോട്ട് ഓടിക്കുന്നത് പോലെയല്ല പുറംകടലിലേക്ക് ഓടിക്കുന്നത്. ഭയങ്കര റിസ്ക്കാണ്. അതുമാത്രമല്ല, മുംബൈയിലെ കടൽ സുരക്ഷ വളരെ ശക്തമാണ്. കോസ്റ്റ് ഗാർഡ്, നേവി, കസ്റ്റംസ്, പിന്നെ മുംബൈ പോലീസിൻ്റെ ബോട്ട് വിങ്, ഇതെല്ലാം കടന്നു വേണം ഇവിടെ ചരക്കെത്തിക്കാൻ. പിടിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പിടിക്കപ്പെട്ടാൽ പിന്നെ ആജീവനാന്തം ജയിലിലാണ്. നീ ഒറ്റയ്ക്കായിരിക്കും പോകേണ്ടത്, ആരും സഹായിക്കാനുണ്ടാകില്ല, തമ്പി മുന്നറിയിപ്പ് നൽകി. നിസ്സംഗമായ ഒരു ചിരിയായിരുന്നു ചന്തുവിൻ്റെ മറുപടി. അതൊന്നും സാരമില്ല, നീ ഈ കൊട്ടേഷൻ എനിക്ക് ഒപ്പിച്ചതാ, അവൻ തമ്പിയോട് പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് സേട്ടിനെ കാണാൻ പോകാം, തമ്പി പറഞ്ഞു. തമ്പി, നാളെ തന്നെ പോകാം, എത്രയും വേഗം എനിക്ക് അവളെ രക്ഷിക്കണോടാ, ചന്തു അക്ഷമനായി പറഞ്ഞു. തുറമുഖത്തിന് സമീപം ഒരിടുങ്ങിയ കെട്ടിടത്തിലായിരുന്നു മിസാൻ സേട്ടിൻ്റെ ഓഫീസ്. ഒരു ചെറിയ സ്ഥലം, അരണ്ട വെളിച്ചം അവിടെ തങ്ങി നിന്നു. വെളുത്ത ഷർട്ടും സ്വർണ്ണ കണ്ണടയും തൊപ്പിയും ധരിച്ച് ഒരു കുറുകിയ മനുഷ്യനായിരുന്നു അയാൾ. കവിളിൽ നരച്ച താടിരോമങ്ങൾ ഭംഗിയായി ട്രിം ചെയ്ത് നിർത്തിയിരിക്കുന്നു. കുറച്ചു നേരം സേട്ട് ചന്തുവിനെ സൂക്ഷിച്ചു നോക്കി. കാര്യങ്ങളൊക്കെ തമ്പി പറഞ്ഞല്ലോ അല്ലേ? സേട്ട് ചന്തുവിനോട് ചോദിച്ചു. ഉവ്, ചന്തു മറുപടി കൊടുത്തു. വലിയ അപകടം പിടിച്ച കളിയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ കയ്യിലൊക്കെ കിട്ടിയാൽ പിന്നെ നിന്റെ ദുനിയാവ് ജയിലിനകത്താകും. എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ പേര് പറയരുത്. സത്യമുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഏൽപ്പിക്കുന്നത്. എങ്ങാനും ഞങ്ങളുടെ പേര് നീ പറഞ്ഞാൽ നിന്റെ ചങ്ങായി ഉണ്ടല്ലോ, ഈ ഇരിക്കണ തമ്പി, അവനെ ഞങ്ങൾ തീർക്കും, സേട്ട് പറഞ്ഞു. തമ്പിയുടെ മുഖത്തെ രക്തച്ചെവി മാറി. വരിൻ, റൂട്ട് പറഞ്ഞു തരാം. മീസാൻ സേട്ട് എഴുന്നേറ്റു. ചന്തു കൂടെ ചെന്നു. പുറംകടലിൽ കപ്പൽ കിടക്കുന്ന സ്ഥാനം കൃത്യമായി സേട്ട് അടയാളപ്പെടുത്തി കൊടുത്തു. നീ തന്നെ ബോട്ട് ഒപ്പിക്കണം, ഞങ്ങൾ തരൂല്ല, കേട്ടല്ലോ, സേട്ട് പറഞ്ഞു. ചന്തു തലയാട്ടി. സേട്ട് മേശവലിപ്പ് തുറന്ന് ഒരു സാധനം കയ്യിലെടുത്തു. അത് ചന്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. സാധനത്തിലേക്ക് നോക്കിയതും ചന്തു ഞെട്ടിത്തെറിച്ചു. അതൊരു റിവോൾവർ ആയിരുന്നു. നിറതോക്ക, 6 ബുള്ളറ്റ്, സേട്ട് പറഞ്ഞു. ചന്തു വീണ്ടും തലയാട്ടി. നമുക്ക് തലയാട്ടിൽ നിർത്തിക്കോ, ഇതെന്തിനാ തന്നേന്ന് നിനക്ക് വല്ല പൊടിയുമുണ്ടോ? അയാൾ ചോദിച്ചു. ഇല്ല, ചന്തു സത്യമങ്ങ് പറഞ്ഞു. പോലീസുകാർ പൊക്കുമെന്ന് തോന്നിയ ഉറപ്പായ ആരെയെങ്കിലും തട്ടിയിട്ട് മാലുമായിട്ട് രക്ഷപ്പെടാൻ നോക്കണം. എന്തായാലും പിടിവീഴുമെന്ന് ഉറപ്പായ സ്വയം വെടിവെച്ചങ്ങ് ചത്തോ. അവരുടെ പൊടിയിലാകുന്നതിലും ഭേദം അതാ. ഒരു ഭാവഭേദവും ഇല്ലാതെ സേട്ടു പറഞ്ഞു. അപായം തൻ്റെ മേലേക്ക് വരുന്നുണ്ടെന്ന് ചന്തുവിന് തോന്നി. പക്ഷെ അവൻ്റെ ഉള്ളിൽ മാനസിയുടെ നിഷ്കളങ്കമായ ചിരിക്കുന്ന മുഖമായിരുന്നു. ആ ചിരി മായാതിരിക്കാൻ എന്തും ചെയ്യും. ചന്തു റിവോൾവർ തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു. സേട്ടിൻ്റെ കെട്ടിടത്തിൽ നിന്ന് പുറത്തു കടന്ന ഉടനെ തമ്പി അവനെ വട്ടം പിടിച്ചു. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കോടാ, തമ്പി ചോദിച്ചു. ഇല്ലടാ, എന്നെ വിശ്വസിക്കാം, ഞാൻ കാരണം നിനക്കൊന്നും വരില്ല. തമ്പിക്ക് ആശ്വാസമായി. കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന ചന്തുവിൻ്റെ സ്വഭാവം തമ്പിക്ക് നന്നായി അറിയാം. ആ സ്വഭാവമുള്ളത് കൊണ്ടാണല്ലോ ഇപ്പം എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി ഈ സാഹസത്തിന് വേണ്ടി പുറപ്പെടുന്നത്. ബോട്ട് എങ്ങനെ ഒപ്പിക്കും? ചന്തു തമ്പിയോട് ചോദിച്ചു. അതൊക്കെ കിട്ടും, ദിവസം 20,000 രൂപ വാടക. ഇത്തിരി കൂടുതലാ, തമ്പി പറഞ്ഞു. 20,000 രൂപ? അതെങ്ങനെ ഒപ്പിക്കുമെന്നുള്ളതാണ് ഇനിയത്തെ പ്രധാന പ്രശ്നം. ചന്തു ചിന്തയിലാണ്ടു. തപ്പിപ്പെറുക്കിയാൽ ഒരു 2,000 രൂപ കയ്യിൽ കാണും. വിൽക്കാനായി ആകെ കയ്യിലുള്ളത് തേഞ്ഞു നീർന്ന ഒരു ജോഡി ചെരുപ്പുകൾ മാത്രമാണ്. അതാണെങ്കിൽ ആർക്കും വേണ്ടതാനും. ക്യാവ, എന്താ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? മാനസിയുടെ തേനൂർന്ന ശബ്ദമാണ് ചന്തുവിനെ ഉണർത്തിയത്. അന്നും പതിവ് പോലെ വേശ്യാഗ്രഹത്തിന് സമീപം കച്ചവടം നടത്തുന്നതിനിടെ പൈസയെക്കുറിച്ച് ചിന്തിച്ച് നിൽക്കുകയായിരുന്നു ചന്തു. മാനസി വന്നത് അവൻ അറിഞ്ഞിരുന്നില്ല.
ഞാൻ കുറച്ച് പൈസയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. ഒരു കടയിടാൻ പ്ലാനുണ്ട്. ഭയങ്കര ഞെരുക്കം, ചന്തു അവളോടായി പറഞ്ഞു. അവളെ രക്ഷിക്കാനായി താൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് പറയാൻ പോയില്ല. എത്ര വേണ്ടി വരും? അവൾ ചോദിച്ചു. 20,000. അവൻ ഉത്തരം പറഞ്ഞു. പെട്ടെന്ന് അവൾ മുടി മുകളിലേക്ക് പൊക്കി തൻ്റെ കാതിൽ തപ്പി. അതിൽ കിടന്നിരുന്ന കമ്മലുകൾ അവൾ അഴിച്ചെടുത്തു. അത് ചന്തുവിന് നേർക്ക് നീട്ടി. എൻ്റെ കയ്യിൽ ആകെയുള്ള വിലപിടിപ്പുള്ളതിതാണ്. ഇത് വിറ്റ് ചന്തു കട തുടങ്ങിക്കോ. അവൾ ആ കമ്മലുകൾ അവന് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം, ചന്തു അവളോട് പറഞ്ഞു. പറയുന്നത് കേൾക്ക് ചന്തു, ഞാൻ ഇനി 1 മാസം കൂടി ഇവിടെ ഉണ്ടാകൂ. ചിലപ്പോൾ ഈ ഭൂമിയിൽ തന്നെ. മാനം നഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല. അതിനു മുന്നേ ഞാൻ എന്നെ തന്നെ കൊല്ലും. എൻ്റെ ചന്തു ഇവിടെ നന്നായി ജീവിക്കണം, ഒരു രാജായെപ്പോലെ. അതെനിക്ക് മാനത്തിരുന്ന് കാണണം. അവൾ നിർബന്ധിച്ച് കമ്മലുകൾ അവന് നൽകി. ഒരു വേദന നിറഞ്ഞ ചിരി നൽകി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. യഥാർത്ഥ പെണ്ണെന്നാൽ എന്താണെന്ന് മനസ്സിലാക്കുകയായിരുന്നു ചന്തു. അവൾ ചാകാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ടും അവളുടെ കയ്യിൽ അവസാനത്തെ വിലപിടിപ്പുള്ള വസ്തുവും തനിക്ക് തരുന്നു. ഇവളെ രക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ? ചന്തുവിൻ്റെ കണ്ണ് നിറഞ്ഞു. ചത്തിട്ടായാലും രക്ഷിച്ചിരിക്കും. മാനസിയുടെ കമ്മൽ വിറ്റതും കയ്യിലുണ്ടായിരുന്ന പൈസയും കൂടിയായപ്പോൾ ബോട്ട് വാടകയ്ക്കെടുക്കാനുള്ള തുകയായി. ഹാർബറിൽ നിന്ന് ഒരു ഫിഷിംഗ് ബോട്ട് വാടകയ്ക്കെടുത്തു. തമ്പിയും ഹാർബറിൽ വന്നിരുന്നു. ബോട്ടിൽ കയറുന്നതിന് മുമ്പ് അവൻ ചന്തുവിനെ കെട്ടിപ്പിടിച്ചു. എടാ ചന്തുക്കുട്ട, നാട്ടിൽ 2 പെങ്ങന്മാരും വയ്യാത്ത അമ്മയുമുണ്ട്. അല്ലെങ്കിൽ ഞാനും നിൻ്റെ ഒപ്പം വന്നാനേ. എല്ലാം ശരിയാക്കി തിരിച്ചു വരണേടാ. അവൻ കരയുന്നുണ്ടായിരുന്നു. ചന്തു അവൻ്റെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചു. കാറും കോളും നിറഞ്ഞതായിരുന്നു കടൽ. തിരയടിച്ച തീരക്കടലിൽ നിന്ന് ആഴക്കടലിലേക്ക് ചന്തു ബോട്ട് പായിച്ചു. പുഴവെള്ളത്തിൽ ബോട്ടോടിക്കുന്നത് പോലെയല്ല കടലിലെന്ന് അവൻ മനസ്സിലാക്കി. തീരക്കടലിൽ ചെറുവള്ളങ്ങളും ബോട്ടുകളുമൊക്കെ ധാരാളമുണ്ടാകും. എന്നാൽ ആഴക്കടലിലെത്തുമ്പോൾ നിശബ്ദതയാണ്, ഏകാന്തതയും. എങ്ങും നോക്കിയ കടൽ മാത്രം. നിശബ്ദനായി കിടക്കാനെന്ന പോലെ ഉള്ള ആഴി. മീസാൻ സേട്ട് തന്ന മാപ്പും കോമ്പസും ഉപയോഗിച്ച് അവൻ മുന്നോട്ട് പോയി. കപ്പൽ എവിടെയും കാണാനില്ല. ഇനി തനിക്ക് വഴിതെറ്റിയിരിക്കുമോ? അങ്ങനെയെങ്കിൽ തൻ്റെ അന്ത്യം ഈ വരവിൽ തന്നെ. ഏതായാലും വരുന്ന വഴിക്ക് നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ കപ്പലുകളും ബോട്ടുകളും വന്നില്ലെന്നുള്ളത് അവൻ ആശ്വാസം നൽകി. ഒടുവിൽ ഒരു പൊട്ടുപോലെ കപ്പൽ തെളിഞ്ഞു. സൈമൺ ബോളിവർ തനിക്ക് ചരക്കെടുക്കേണ്ട കപ്പൽ എത്തിയ പതിയെ അതെടുത്തു വരുന്നതായി തോന്നി. എന്നാൽ അത് വെറും തോന്നലായിരുന്നു. കപ്പൽ ദൂരെയായിരുന്നു. വീണ്ടും 3/4 മണിക്കൂർ എടുത്തു അതിനടുത്തെത്താൻ. കപ്പലിൻ്റെ ഡെക്കിൽ ബൈനോക്കുലറുമായി ഒരു നാവികൻ നിന്നിരുന്നു. അയഞ്ഞ ബീച്ച് ടീഷർട്ടും ബെർമുഡയുമായിരുന്നു അയാളുടെ വേഷം. വെനസ്വേലൻ ഡിലൈറ്റ്, അയാൾ അവനെ നോക്കി വിളിച്ചു പറഞ്ഞു. കോഡ് വാചകമാണ്, അതിരഹസ്യമായ കോഡ് വാചകം. മീസാൻ സേട്ട് അത് അവനോട് പറഞ്ഞിരുന്നു. തിരിച്ചു പറയാനുള്ളതും. മുംബൈക്ക് മഹാരാജ്. അവൻ തിരിച്ചുള്ള കോഡ് തിരിച്ചു പറഞ്ഞു. നാവികൻ്റെ മുഖത്തൊരു ചിരി വരിഞ്ഞു. പതാക, അയാൾ വിളിച്ചു പറഞ്ഞു. മീസാൻ സേട്ടിൻ്റെ പേരും വിരലടയാളവും ആലേഖനം ചെയ്ത ഒരു ലോഹഫലകം ചന്തു പോക്കറ്റിൽ നിന്നെടുത്ത് നാവികനെ കാണിച്ചു. ത്രോ ഇറ്റ്, അയാൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഉന്നം പിടിച്ച് കപ്പലിലേക്ക് അത് വലിച്ചെറിഞ്ഞു. നാവികൻ്റെ കൈകളിൽ തന്നെ അത് തന്നെ വീണു. അയാൾ അത് പരിശോധിച്ചു. ആഴക്കടലിലെ കള്ളക്കടത്ത് മുഴുവൻ നടക്കുന്നത് കോഡ് വാചകത്തിൻ്റെയും പതാകയുടെയും ബലത്തിലാണ്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടങ്ങൾ. ഓരോ കള്ളക്കടത്തുകാർക്കും സ്വന്തമായി നമ്പർ പതിപ്പിച്ച പതാകകളുണ്ട്. ഒരു കച്ചവടം നടക്കുമ്പോൾ വാങ്ങുന്നയാൾ വിൽക്കുന്നയാളിന് അത് കൊടുക്കും. പ്രഭുവിന് വേണ്ടി ചന്ത ചെയ്തതും അതാണ്. കം ക്ലോസ്. നാവികൻ വീണ്ടും ചന്തുവിനോട് ആംഗ്യം കാട്ടി.
കം കം ക്ലോസ്. നാവികൻ വീണ്ടും ചന്തുവിനോട് ആംഗ്യം കാട്ടി. അവൻ ബോട്ട് കപ്പലിനടുത്തേക്ക് അടുപ്പിച്ചു. ഡെക്കിൽ നിന്നും കയറിൽ കെട്ടിയ വലിയൊരു കറുത്ത ബാഗ് അവൻ്റെ ബോട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. അടുത്തെത്തിയപ്പോൾ അവൻ അത് പിടിച്ച് ബോട്ടിലേക്കിട്ടു. എന്തൊരു ഭാരം! അവൻ പിറുപിറുത്തു. ആ ബാഗിനുള്ളിൽ അമൂല്യമായ വെനസ്വേലൻ മാലാണ്. കോടികൾ വിലയുള്ള സിനിമാക്കാരുടെയും പ്രമുഖരുടെയും ഇഷ്ടലഹരി പദാർത്ഥം. മാല് ബോട്ടിനുള്ളിൽ ഭദ്രമായി ഒളിപ്പിച്ച ശേഷം ചന്തു ബോട്ട് മുന്നോട്ടെടുത്തു. നാവികൻ പിന്നിൽ നിന്ന് അവനെ കൈവീശി കാണിച്ചു. ടേക്ക് കെയർ, അയാൾ വിളിച്ചു പറഞ്ഞു. ചന്തു അയാളെയും കൈവീശി കാട്ടി. ആദ്യഘട്ടം പിന്നിട്ടു. ഇനിയാണ് സാഹസികമായ രണ്ടാം ഘട്ടം. ബോട്ട് കരയെ ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. മണിക്കൂറുകളെടുക്കും കരയെത്താൻ. എന്നാൽ ചന്തുവിനൊരു ക്ഷീണവും തോന്നിയില്ല. എങ്ങനെയെങ്കിലും തീരമണഞ്ഞാൽ മതിയെന്നായിരുന്നു അവൻ്റെ ചിന്ത. കാറും കോളും ക്രമാതീതമായി വർദ്ധിക്കുന്നു. വലിയ കാറ്റുമടിക്കുന്നുണ്ട്. ഒടുവിൽ ദൂരെ തീരം തെളിഞ്ഞു വന്നു. ഈശ്വര, ചന്തു മനസ്സിൽ പ്രാർത്ഥിച്ചു. ഇതുവരെ എല്ലാം ശരിയായി. പ്രശ്നങ്ങളൊന്നും വരരുതേ. ഒരു പാവം പെൺകുട്ടിക്ക് വേണ്ടിയാണ്. തീരം അടുത്തടുത്ത് വരുന്നു. മാനത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുരുണ്ടു കൂടുന്നു. പൊടുന്നനെ ശക്തമായ ബീം ലൈറ്റുകൾ ഘടിപ്പിച്ച ഒരു കൂട്ടം ബോട്ടുകൾ പാഞ്ഞെടുക്കുന്നത് ചന്തു കണ്ടു. കോസ്റ്റ് ഗാർഡ്! അവൻ അലറി വിളിച്ചുപോയി. കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകൾ അവൻ്റെ ബോട്ടിന് ചുറ്റും വട്ടം കറങ്ങി. ഒരു ബോട്ടിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വലിയ കോളാമ്പിയിലൂടെ ബോട്ട് നിർത്താൻ ചന്തുവിന് നിർദ്ദേശം നൽകി. തൻ്റെ മരണമണി മുഴങ്ങിയെന്ന് ചന്തുവിന് തോന്നി. കോസ്റ്റ് ഗാർഡിൻ്റെ കയ്യിൽ അകപ്പെട്ടാൽ അവരെന്തായാലും മാല് പിടിച്ചെടുക്കും. തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. നാർക്കോട്ടിക്സ് കേസാണ്. ആജീവനാന്തം അകത്ത് കിടക്കും. ഇതിനിടെ ചോദ്യം ചെയ്യലിൽ മീസാൻ സേഠിൻ്റെ പേര് പറയാൻ താൻ നിർബന്ധിതനാകും. അതോടെ അവർ പാവം തമ്പിയെ കൊല്ലും. പാടില്ല. 5 ബോട്ടുകളിലായി ഒത്തിരി സൈനികർ എത്തിയിട്ടുണ്ട്. അവർക്ക് നേരെ വെടിവെച്ചിട്ട് കാര്യമില്ല. എന്തു ചെയ്യും? ചിന്തിക്കാൻ അധികം സമയമില്ലായിരുന്നു. ഇനി ഒരൊറ്റകൈ പ്രയോഗം മാത്രമാണ് രക്ഷ. ജീവൻ മരണ പോരാട്ടം. ബോട്ടിൽ ടാങ്കിൽ നിറച്ചു വെച്ച ഇന്ധനത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ വീണു. ഞൊടിയിടയിൽ അവൻ ടാങ്ക് തുറന്നു വിട്ടു. ഇന്ധനം ബോട്ടിൻ്റെ ഡെക്കിൽ ഒഴുകി നിറഞ്ഞു. ഒരു തീപ്പെട്ടി ഉരച്ച് ഡെക്കിലേക്കിട്ടപ്പോൾ ബോട്ട് ഞൊടിയിടയിൽ ഒരു അഗ്നിഗോളമായി മാറി. ഇതിനിടയിൽ മാല് നിറച്ച ബാഗ് കടലിലേക്കെടുത്തിട്ട് അതിനൊപ്പം അവനും ചാടി. ബോട്ട് നിന്ന് കത്തുന്നത് കണ്ട് കോസ്റ്റ് ഗാർഡ് പകച്ചു നിന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. തീ ആളിപ്പടർന്ന് പുകയും കൂടിയതിനാൽ ചന്തു കടലിലേക്ക് ചാടുന്നത് ആരും കണ്ടില്ല. കോസ്റ്റ് ഗാർഡ് ബോട്ടിലെ തീയണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മാലുമായി അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ തീരത്തേക്ക് നീന്തുകയായിരുന്നു ചന്തു. വാട്ടർ പ്രൂഫ് ബാഗിൽ മാല് തന്നതിന് കപ്പിത്താനോട് മനസ്സുകൊണ്ട് ചന്തു നന്ദി പറഞ്ഞു. തെങ്കുറിശ്ശിപ്പുഴയിൽ പണ്ടവൻ മുങ്ങാങ്കുഴിയിട്ട് നീന്തിയിരുന്നു. ശ്വാസമെടുക്കാതെ നിമിഷങ്ങൾ വെള്ളത്തിനടിയിൽ നിൽക്കാനും മേലേക്ക് ഊളിയിട്ട് മൂക്ക് ജലത്തിന് വെളിയിൽ കാട്ടി ശ്വാസം വലിച്ചെടുക്കാനുമൊക്കെ അവൻ അന്ന് നീന്തലിനിടെ പഠിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. പരൽമീനുകളുള്ള തെങ്കുറിശ്ശിപ്പുഴയല്ലിത്. സ്രാവുകളും മറ്റ് ക്ഷുദ്രജീവികളുമുള്ള അറബിക്കടലാണ്. ബാഗിന് നല്ല ഭാരവും ഉണ്ടായിരുന്നു. അതുതന്നെ കടലിൻ്റെ അടിത്തട്ടിലേക്ക് വലിച്ചുകൊണ്ടു പോകുമെന്ന് അവൻ ഭയന്നു. പക്ഷേ അങ്ങനെ പോകാൻ അവൻ തയ്യാറല്ലായിരുന്നു. എന്ത് സംഭവിച്ചാലും 2 വഴികളാണ് മുന്നിലുള്ളത്. ഒന്നുകിൽ തീരത്തെത്തുക, അല്ലെങ്കിൽ മരണം. ഒടുവിൽ ഏറെ നേരത്തെ നീന്തലിനുള്ളിൽ അവൻ തീരമണഞ്ഞു. സമയം സന്ധ്യയായിരുന്നു. മാല് നിറച്ച ബാഗ് തീരത്തേക്ക് വലിച്ചിട്ട ശേഷം അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കോരുവല കൊണ്ട് മൂടി. 5 നിമിഷം മണലിൽ കുത്തിയിരുന്ന് ആഞ്ഞ് ശ്വാസമെടുത്തു. ശരീരം മുഴുവൻ തളരുകയാണ്. നെഞ്ചിൽ ശ്വാസം കിട്ടുന്നില്ല. പേശികളും ഞരമ്പുകളും വലിഞ്ഞു മുറുകുന്നു. എന്നാലും വിശ്രമിക്കാൻ വയ്യ. മാലുമായി അധികം നേരം ഇരിക്കുന്നത് റിസ്ക്കാണ്. അവിടെ നിന്ന് കിട്ടിയ ഒരു പെട്ടി ഓട്ടോയിൽ കോരുവല പൊതിഞ്ഞ മാൽ കയറ്റി പിന്നിൽ ചന്തുവും കയറി. കടലിലെ പോലെ പ്രശ്നമില്ല കരയിൽ. തൻ്റെ ശ്രമത്തിൽ താൻ 3/4 ഭാഗം വിജയിച്ചെന്ന തിരിച്ചറിവ് ചന്തുവിനെ സന്തോഷിപ്പിച്ചു. മീസാൻ സേട്ട് അതീവ സന്തുഷ്ടനായിരുന്നു. സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ അല്പനേരം അത്ഭുതം കൂറി നിന്നു. എന്നിട്ട് അവൻ്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. ബലാലേ, നീ ആളൊരു മുടുക്കൻ തന്നെ. ഇങ്ങനെ ഒരു ആമ്പറന്നോനെ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്.
മാന്യനായിരുന്നു സേട്ട്. ചോദിച്ച 30 ലക്ഷം രൂപയും ഒപ്പം വേറെ 2 ലക്ഷം രൂപ സ്നേഹ സമ്മാനമായും അയാൾ ചന്തുവിന് നൽകി. അവൻ്റെ മനസ്സ് തുടുത്തു. തൻ്റെ മാനസി മോചിതയാകാൻ പോകുന്നു. അതിനുള്ള ഫലം തനിക്ക് കിട്ടിക്കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ ചന്തു ഒരു ബാഗിൽ 30 ലക്ഷം രൂപയുമായി മുനിസാഹിബിനെ കാണാൻ പോയി. ബാക്കിയുള്ള 2 ലക്ഷം രൂപ അവൻ തമ്പിക്ക് കൊടുത്തിരുന്നു. ആഴക്കടലിൽ താൻ കത്തിച്ചു കളഞ്ഞ ബോട്ടിൻ്റെ ഉടമസ്ഥർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ. 30 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് അവൻ മുനിസാഹിബിൻ്റെ മേശപ്പുറത്തേക്കിട്ടു. ചെവിയിൽ വിരൽ കൊണ്ട് ചൊറിഞ്ഞുകൊണ്ട് മുനിസാഹിബ് അവനെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾ ആവശ്യപ്പെട്ട പണം മുഴുവനുണ്ട്, എണ്ണി നോക്കാം, ചന്തു പറഞ്ഞു. ബടിയ സാല, എനിക്കറിയായിരുന്നു നിനക്കത് പറ്റുമെന്ന് മുനിസാഹിബ് ചന്തുവിനോട് പറഞ്ഞു. മുനിയുടെ കൂട്ടാളികൾ വന്ന് പണം എണ്ണി തിട്ടപ്പെടുത്തി. കള്ളനോട്ടാണോ എന്ന് വരെ നോക്കി. എല്ലാം പെർഫെക്റ്റ്. 30 ലക്ഷം തികച്ചുണ്ട്. അവർ മുഹസാബിനെ നോക്കി തല കുലുക്കി. ശരി ചന്തു, നീ മാനസിയെ വിളിച്ചോണ്ട് പൊക്കോളൂ. മാമിസാനോട് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, മുനിസാഹിബ് അവനോട് പറഞ്ഞു. ചന്തു കേൾക്കാൻ കൊതിച്ച വാക്കുകൾ. കഠിന പ്രയത്നം സഫലമായതിൻ്റെ ചാരിതാർത്ഥ്യം. അവൻ ചൗപ്പാട്ടിയിലേക്ക് ഓടുകയായിരുന്നു, വേശ്യാഗൃഹത്തിലേക്ക്. തൻ്റെ സ്നേഹഭാചനത്തെ സ്വതന്ത്രയാക്കാൻ. അവളുടെ പരിശുദ്ധിക്കൊന്നും നഷ്ടമാകില്ലെന്ന് പറയാൻ. പക്ഷേ അതവൾ എപ്പോഴേ അറിഞ്ഞിരുന്നു. ചന്തു അവിടെ എത്തിയപ്പോഴേക്കും വേശ്യാഗൃഹത്തിലെ പെൺകുട്ടികൾ മാനസിയെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവൾ എണ്ണ തേച്ച് കുളിച്ചിരുന്നു. മാമീസൻ വാങ്ങിയ പുതിയ വെളുത്ത ചുരിദാർ അവർ ധരിച്ചിരുന്നു. 10 മടങ്ങ് സുന്ദരിയായിരുന്നു ചന്തുവിൻ്റെ മാനസി. അപ്പോൾ ചന്തു അകത്തോട്ട് കയറിയപ്പോൾ മാമീസൻ അവനെ സ്വീകരിച്ചു. ഒരു താലത്തിൽ ആരതിയുമായി വന്ന് അവർ മാനസിയെ ഒഴിഞ്ഞു. താലത്തിൽ നിന്ന് ചുവന്ന കുങ്കുമം അവളുടെ നെറ്റിയിൽ തൊട്ടു. ഇതുപോലെ കുങ്കുമം അവളുടെ നെറ്റിയിൽ തൊടു. നിന്റെ സീമന്തരേഖയിലും തൊടാൻ നിനക്ക് ഭാഗ്യമുണ്ടാകട്ടെ കുട്ടി. മംഗല്യഭാഗമാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു പുരുഷൻ്റെ ഭാര്യയായി, കുട്ടികളുടെ അമ്മയായി 100 കാലം പരിശുദ്ധിയോടെ ജീവിക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മകളെ, അവർ കണ്ണുനീരോടെ പറഞ്ഞു. മറ്റു പെൺകുട്ടികൾ, വേശ്യാലയത്തിലെ നിർഭാഗ്യവതികൾ, സന്തോഷത്തോടെയും തെല്ലൊരസൂയയോടെയും ആ രംഗം നോക്കി നിന്നു. മാനസി പൂത്തു വിടർന്നു നിൽക്കുകയായിരുന്നു. തകർന്നു പോയെന്ന് കരുതി ജീവിതം നഷ്ടപ്പെട്ടിട്ടില്ലെന്നറിഞ്ഞ ഒരു പെണ്ണിൻ്റെ സന്തോഷം അവളുടെ മുഖത്ത് അലയടിച്ചു. അതിരറ്റ പ്രേമഭാവത്തോടെ അവൾ ചന്തുവിനെ കടാക്ഷിച്ച് നിന്നു. മാനസി അവളുടെ സമീപം വന്നു. അവൻ്റെ കാലുകളിലേക്ക് വീണ് നമസ്കരിച്ചു. ഏയ്, എന്താ ഇത്? അവൻ അവളെ പൊടിച്ചു പൊക്കി. എന്തിനാ എന്നെ രക്ഷിച്ചത്? എങ്ങനെ എന്നെ രക്ഷിച്ചത്? എവിടുന്ന് കിട്ടി ഇത്രയും പണം? പറയേ. അവൾ തേങ്ങലടക്കാനാവാതെ ചന്തുവിനോട് ചോദിച്ചു. ഞാനൊരു കട തുടങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ? ആദ്യ ദിനത്തിൽ തന്നെ 30 ലക്ഷം കിട്ടി, അവൻ പറഞ്ഞു. ശരിക്കും? അതേത് കട? അവൾ അവിശ്വസനീയതയോടെ ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം. അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നീ ഇപ്പോൾ സ്വതന്ത്രയായിരിക്കുന്നു മാനസി. ഇനി നിന്റെ വഴി നിനക്ക് നിശ്ചയിക്കാം. ആർക്കും നിന്റെ മേൽ ഒരടമസ്ഥാവകാശവുമില്ല. പറഞ്ഞിട്ട് ചന്തു തിരിഞ്ഞു നടന്നു. അവൻ്റെ കൈകളിൽ അപ്പോഴേക്കും അവളുടെ കൈ പിടിമുറുക്കിയിരുന്നു. എനിക്ക് സ്വതന്ത്രയാകണ്ട ചന്തു. എനിക്ക് ഈ കൈകളുടെ ഉടമസ്ഥാവകാശത്തിൽ ജീവിക്കണം. ഭാര്യയാക്കാൻ എന്നെ കൊള്ളില്ലെങ്കിൽ ഒരു വെപ്പാട്ടിയായെങ്കിലും മതി. അവൾ അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും പുളുങ്കു പോലുള്ള കണ്ണിൽ നിന്ന് നീരൊഴുകി. ചന്തു അവളുടെ കയ്യിൽ തിരിച്ചു പിടിച്ചു. അവളെ തോളിലേക്ക് ചായച്ചു. വേഗം ഇവിടെ നിന്ന് പൊക്കോളൂ മക്കളെ. ഞങ്ങളൊക്കെ ശപിക്കപ്പെട്ട ജന്മങ്ങളാ. ഇവിടെ നിന്ന് നിങ്ങളും ശാപം തലയിൽ ഏൽക്കണ്ട, മാമിസാൻ അവരുടെ അടുക്കലേക്ക് പറഞ്ഞു. ആദ്യം ചന്തുവും അവൻ്റെ കൈ പിടിച്ച് മാനസിയും വേശ്യാഗൃഹത്തിന് പുറത്തേക്കിറങ്ങി. എന്നാൽ അപ്രതീക്ഷിതമായി കുറച്ച് അതിഥികൾ അവിടെ ഉണ്ടായിരുന്നു. വേശ്യാഗൃഹത്തിൻ്റെ മുറ്റത്ത് 3 ജീപ്പുകൾ. അതിലൊന്നിൻ്റെ ബോണറ്റിലിരിക്കുന്നു മുനിസാഹിബ്. ഞാൻ വാങ്ങിച്ച പെണ്ണിനെയും കൊണ്ട് എവിടെ പോകുന്നടാ ചന്തു? ഒരു പുച്ഛച്ചിരിയോടെ മുനിസാഹിബ് അവനോട് ചോദിച്ചു. ചന്തു ഒന്ന് അന്താളിച്ചു നിന്നു. മുനിസാഹിബ്, ഞാൻ പണം തന്നതല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് ഇവളെയും കൊണ്ട് പോകാൻ? അവൻ വിളിച്ചു ചോദിച്ചു.
ഉവ്, നീ പണം തന്നു, അതിനെന്താ? പലരും എനിക്ക് പണം തരാറുണ്ട്, പക്ഷെ പെണ്ണിനെ തരൂല്ല. അവളെ അവിടെ വിട്ടിട്ട് വെക്കം പോകാൻ നോക്ക്, മുനിസാഹിബ് പറഞ്ഞു. മുനിസാഹിബ്, ഇതെന്താണ്? നിങ്ങൾ വാക്ക് പറഞ്ഞതല്ലേ? ചന്തു വിളിച്ച് ചോദിച്ചു. പേടിച്ചരണ്ട മാനസി അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചിരുന്നു. മൃതിയടഞ്ഞ ഒരു ജീവിതത്തിൽ പ്രതീക്ഷകൾ വന്നു നിറഞ്ഞതാണ്. എന്നിട്ടിപ്പോൾ വീണ്ടും. ഡാ, മുനിസാഹിബ് വാക്ക് തരും, പക്ഷെ പാലിക്കാറില്ല. ഫലതന്തയ്ക്ക് പിറന്നവൻ എന്നാണ് പണ്ട് എന്നെ എല്ലാവരും വിളിച്ചിരുന്നത്. അതിൻ്റെ കുഴപ്പമാകും. പെട്ടെന്ന് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും, മുനിസാഹിബ് കയ്യിലെ വടിവാൾ കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ചന്തു, എന്നെ ഇവിടെ വിട്ടിട്ട് പൊക്കോളൂ, അല്ലെങ്കിൽ അവർ നിന്നെ കൊല്ലും. മാനസി അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ കൂടുതൽ കരുത്തോടെ ആ കൈകളിൽ മുറുകെ പിടിച്ചു. ചന്തുവിൻ്റെ നിൽപ്പും ഭാവവും കണ്ട് മുനിക്ക് അരിശം കയറി. പക്കടോ ലഡ്കിക്കോ മാരോ സാലേസ്കോ. മുനിസാഹിബിൻ്റെ കൂടെയുള്ള ഗുണ്ടകൾ ഓടിയെത്തി. അവരിലൊരുത്തൻ്റെ ചവിട്ടേറ്റ് ചന്തു ദൂരേക്ക് തെറിച്ചു വീണു. അവർ മാനസിയെ ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിച്ചു. അവൾ അലമുറയിട്ട് കരഞ്ഞു. മാമീസാനും പെൺകുട്ടികളും പരിഭ്രാന്തരായി വീടിനകത്ത് കയറി വാതിലടച്ചു. ചന്തു വീണെടുത്ത് നിന്ന് എഴുന്നേറ്റു. മുനി, നീ വാക്ക് പാലിക്കൂ, പെൺകുട്ടിയെ വിടും, പരുഷമായ സ്വരത്തിൽ മുനിസാഹിബിനോട് പറഞ്ഞു. കഴിയുമെങ്കിൽ വന്ന് രക്ഷിക്കൂ ശക്തിമാൻ. നിന്റെ പെണ്ണിനെ ഇന്ന് ഞാനങ്ങ് കൊണ്ടുപോകും. ഇനി ഇവളെ സാഹിബിനെ കൊടുക്കുന്നില്ല. ഞാനും എൻ്റെ പയ്യന്മാരും ഇന്ന് അവളെ അങ്ങ് അനുഭവിക്കും. നാളെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ നീ വന്ന് കൊണ്ടുപോക്കോ, മുനിസാഹിബ് വഷളച്ചിരിയോടെ പറഞ്ഞു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരുന്നു ചന്തു. അവൻ്റെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. ഇത് മുംബൈ പട്ടണമാണെന്നും താൻ എതിരിടുന്നത് കൊടിയ ഗുണ്ടകളോടാണെന്നും അവൻ മറന്നു. മീസാൻ സേട്ട് നൽകിയ റിവോൾവർ ഇപ്പോഴും ഉണ്ടായിരുന്നു കയ്യിൽ. അതവൻ തിരിച്ചു കൊടുത്തിരുന്നില്ല. പോക്കറ്റിൽ നിന്ന് അവൻ തോക്ക് വലിച്ചെടുത്തു. മുനിസാഹിബിനെ നേർക്ക് നീട്ടി. മുനിസാഹിബ് കൈ ഉയർത്തിയപ്പോഴേക്കും വെടിപൊട്ടി. ആ തന്തയില്ലാത്തവൻ്റെ ഹൃദയത്തിൽ തന്നെ അത് തുള തീർത്തു. ഒരാർത്തനാദത്തോടെ മുനി മറിഞ്ഞു വീണ് മരിച്ചു. ഈ സ്റ്റോറിക്ക് ഇനിയൊരു പാർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അത് കേൾക്കാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.